إلى حضرة روح نبينا وسيدنا محمد صلى الله عليه وسلم وعلى آله وصحابه وأتباعه أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ദുആ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട ഈ നാടിന്റെ ഇമാം ബഹുമാനപ്പെട്ട കിഴായിക്കുളം റാഫി ഉസ്താദ് അവറുകൾ ഇൻഷാ അല്ലാഹ് നിർവഹിക്കും. ഉസ്താദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത على نفسك ولك الحمد حتى ترضى. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم يسر أسيرنا وسهل أمورنا وفرج همومنا واشفنا واشف مرضانا. اللهم ارحمنا وارحم موتانا يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات يا رب العالمين. اللهم بارك لنا في شعبان وبلغنا رمضان. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم بارك لنا فيما أعطيت. اللهم قنا شر ما قضيت يا رب العالمين. സദസ്സിൽ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് ധന്യമാക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സുഹൃത്ത് ബഹുമാന്യനായ മുഹമ്മദ് അൽ കശാഫി അവരുകളെ വളരെ ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു ആലിമുൽ ഗൈബി വശ്ശഹാദതി ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر. سبحان الله عما يشركون. صدق الله العظيم. അടുത്തതായി ഈ സദസ്സിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മർഹൂം മൗലാന റാഫി ഉസ്താദ് അവരുടെ പ്രിയങ്കരനായ ശിഷ്യനും മരുമകനും ഈ സ്ഥാപനത്തിലെ നിലവിൽ പ്രിൻസിപ്പളുമായ ബഹുമാന്യനായ അഹമ്മദ് നൂരി മൗലവി അവറുകളെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി
അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ പരിപൂർണമായും സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കണമെന്ന് പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു. യഥാർത്ഥത്തിൽ നാളെയാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനിരുന്നത്. നമ്മുടെ പ്രിയങ്കരനായ സുലൈമാൻ ഉസ്താദ് അവർക്ക് നാളെ ചില അസൗകര്യമുള്ളതുകൊണ്ട് പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇന്ന് ഈ ഒരു സായാഹ്ന സമയത്തിലേക്ക് നമ്മുടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തണം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, സഹായിച്ച എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായും സ്വീകരിക്കുമാറാവട്ടെ. തുച്ഛമായ സമയം മാത്രമേ നമുക്കിനിയുള്ളൂ. അതുകൊണ്ട് ദീർഘപ്രഭാഷണങ്ങളിലേക്കൊന്നും കടക്കാതെ നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പ്രിയങ്കരനായ സുലൈമാൻ ഉസ്താദ് അവർ വന്നു കഴിഞ്ഞാൽ ഇന്നിവിടെ നടക്കാനിരിക്കുന്ന അതിശ്രേഷ്ഠമായ സനദദാനം എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായും സ്വീകരിക്കുമാറാവട്ടെ. ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രിയങ്കരനായ ഉസ്താദിന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാകണമെന്നും ആ സ്ഥാപനത്തിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഹാഫിളത്തുകൾ പഠിച്ച് ഇറങ്ങണമെന്നുള്ള അതിമനോഹരമായ ഒരു ആഗ്രഹം ഉസ്താദിന്റെ മനസ്സിലുദിക്കുകയും അങ്ങനെ 2016 ഇങ്ങനെ ഒരു സ്ഥാപനം അൽഹംദുലില്ലാഹ് ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ് 8ഓളം കുട്ടികൾ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനനം ചെയ്ത് ഇവിടെ നിന്നും ഇറങ്ങുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാവട്ടെ. അതിന്റെ പിന്നിലുള്ള എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്റെ മേൽ അർപ്പിതമായിരിക്കുന്ന വിഷയം ഈ മഹനീയമായ സദസ്സിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ആദ്യമായി നമ്മുടെ ഈ മജ്ലിസിന് അധ്യക്ഷപീഠം അലങ്കരിക്കുന്ന തേമ്പാമൂട് ജാമിഅ ദാറുൽ അൻവാറിന്റെ പ്രിൻസിപ്പൽ കൂടിയായ ബഹുമാനപ്പെട്ട അൽ ഹാഫിൾ അൻസാരി ഉസ്താദ് അവറുകളെ ഈ മഹനീയമായ മജ്ലിസിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. രണ്ടാമതായി ഈ മഹനീയമായ മജ്ലിസിന് ഭക്തിസാന്ദ്രമായ ദുആ കൊണ്ട് നേതൃത്വം നൽകിയ കീഴായിപ്പണ മുസ്ലിം ജമാഅത്തിന്റെ ചീഫ് ഇമാം മുഹമ്മദ് റാഫി ഉസ്താദ് അവറുകളെയും ഈ മഹനീയമായ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ പരിശുദ്ധ ഖുർആനിന്റെ വചനവചസ്സുകൾ കൊണ്ട് ഈ സദസ്സിനെ മുഖരിതമാക്കിയ കായംകുളം ഒന്നാംകുട്ടി ഹുസൈനിയ മദ്രസയിലെ ഹാഫിൾ ഉസ്താദ് അൽ ഹാഫിൾ മുഹമ്മദ് കശാഫി ഉസ്താദിനെയും ഈ മഹനീയമായ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം ഈ സദസ്സിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദിന്റെ ജ്യേഷ്ഠനും അതിലുപരി മദീനത്തുൽ ഉലൂം അറബിക് കോളേജിലെ കാര്യദർശിയുമായ പ്രിയപ്പെട്ട അൽ ഉസ്താദ് മുഹമ്മദ് ഷഹീദ് അൽ ഹസനി ഉസ്താദ് അവറുകളെയും ഈ മഹനീയമായ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷരീഫ് ഉസ്താദ് അവറുകൾ, അതുപോലെ നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സനദദാനം നിർവഹിക്കാൻ, അതുപോലെ തന്നെ മനോഹരമായ നസീഹത്ത് നടത്തുന്നതിനും വേണ്ടി ഈ മഹനീയമായ സദസ്സിലേക്ക് കടന്നു വരുന്ന അൽ കൗസർ ഉലമാ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റും അറിവിന്റെ നിറകുടം ഇൽമിന്റെ കേദാരം ഷെയ്ഖുന
സുലൈമാൻ ഉസ്താദ് അവരുകളെയും ഈ മഹനീയമായ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിലുപരി ഈ സായാഹ്ന സമയം ഈ മനോഹരമായ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് കടന്നു വന്ന എല്ലാ നല്ലവരായ നാട്ടുകാരെയും രക്ഷകർത്താക്കളെയും പണ്ഡിത ശ്രേഷ്ഠരായ ഉസ്താദുമാരെയും സഹോദരങ്ങളെയും ഈ മഹനീയമായ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ഈ സദസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മർഹൂം മൗലാന റാഫി ഉസ്താദിന്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠനും എന്നല്ല ഇൽമിന്റെ മാർഗത്തിൽ ദീർഘകാലം കായംകുളം ജാമിയ ഹസനയിലും ധാരാളം ഉസ്താദുമാരുടെയൊക്കെ ഉസ്താദും പെരിങ്ങമല മദീനത്തുൽ മദ്രസയുടെ പ്രിൻസിപ്പലും ഒക്കെ ആയ മൗലാന ഷഹീദ് ഉസ്താദ് അവറുകളെ വളരെ ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് പരിശുദ്ധമായ ഖുർആൻ ശരീഫുമായി ബന്ധപ്പെട്ട ഒരു മഹത്തായ സദസ്സിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം കിട്ടിയെന്നുള്ളത്. ഏകദേശം 10ഓളം ഹാഫിളുകളായ കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കളെ പോലെ അവർ ചെറുപ്രായത്തിൽ ഇവിടെ വന്ന് രാവിലെ 4 മണി മുതൽ എഴുന്നേറ്റിരുന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഓതി, എത്രയോ പ്രാവശ്യം ഓതിയാണ് അവർ ഖുർആൻ ശരീഫ് മുഴുവനും മനഃപ്പാടമാക്കിയത്. മാഷാ അല്ലാഹ്, അള്ളാഹുവോടെ ഓതലിനെ കബൂലാക്കുമാറാവട്ടെ. മരണം വരെയും അതിനെ നെഞ്ചിലേറ്റിക്കൊണ്ട് അവസാനം മരണപ്പെടുന്ന സമയത്ത് പരിശുദ്ധ ഖുർആൻ ശരീഫ് ഓതി മരിക്കാൻ അള്ളാഹു അവർക്കും നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോരുത്തരുടെയും ആഗ്രഹം പോലെയാണ്. പരിശുദ്ധ ഖുർആൻ ശരീഫുമായി എപ്പോഴും ബന്ധപ്പെടുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ള ധാരാളം ആളുകൾ നമ്മുടെ മുമ്പിൽ കടന്നുപോയിട്ടുണ്ട്. അവർ പരിശുദ്ധ ഖുർആൻ ശരീഫ് എപ്പോഴും ഓതണമെന്നുള്ള ആഗ്രഹമാണ്. കുറച്ച് സമയം കിട്ടിയാൽ പെട്ടെന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫ് എടുത്ത് ഓതും. അതുകൊണ്ടുള്ള നേട്ടം എന്താന്ന് വെച്ചാൽ, മരിക്കുന്ന സമയത്തും അവർ ഖുർആൻ ശരീഫ് ഇങ്ങനെ ഓതിയാണ് മരിച്ചത്. ഒരാൾ സലാമൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാം, അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന ആ വാക്ക്, ആ സമയത്താണ് അദ്ദേഹം ആ ഖുർആൻ ശരീഫ് ഓതിക്കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ അടുക്കലേക്ക് പറന്നുയർന്നത്. അപ്പൊ ഈ ഖുർആൻ ശരീഫ് അത് വലിയ കൗതുകമുള്ളതാണ്, വലിയ അത്ഭുതമുള്ളതാണ്, വലിയ അത്ഭുതം ലോകത്തുണ്ടാക്കുന്ന ഒരു സാധനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വഴികാട്ടിയായി നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പൊ ഈ പരിശുദ്ധമായ ഖുർആൻ ശരീഫുമായി നമ്മൾ എത്ര ബന്ധപ്പെടുന്നോ അതനുസരിച്ചാണ് നമ്മുടെ സ്ഥാനവും മഹത്വവും. നമ്മൾ സാധാരണക്കാരാണ്, അറിവില്ലാത്തവരാണ്, ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ തന്നെ കഴിയുകയാണെങ്കിൽ അത് മഹാനഷ്ടമാണ്. സാധാരണക്കാർക്കും ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്താനുള്ള മഹാഭാഗ്യം അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്. അപ്പൊ ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു ഹാഫിള് ഖുർആൻ ശരീഫ് കാണാതെ പഠിച്ചത് ഈ പറഞ്ഞതുപോലെ 2, 3, 4 വർഷം എടുത്താണ് പഠിച്ചത്. പിന്നെ അത് ദൗറ ചെയ്ത് 10ഓളം ദൗറ അതിങ്ങനെ റൗണ്ട് ചെയ്ത് ഓർമ്മ വയ്ക്കുകയാണ്. അത് പിന്നെ ഇങ്ങനെ ഓതി എല്ലാ ദിവസവും 3 ജിസു 5 ജിസു 10 ജിസു ഒക്കെ ഓതിയാണ് അതിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ നമ്മള് സാധാരണക്കാരാണ് എന്ന് വിചാരിച്ച് നമ്മൾ മാറി നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട്, നമ്മൾ ആരെങ്കിലും ഒരു മനുഷ്യൻ എനിക്ക് ഖുർആൻ ശരീഫ് ഹാഫിള് ആകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ പരിശുദ്ധ ഖുർആൻ ശരീഫിന്റെ അലിഫ് ബാ താ അങ്ങനെ അക്ഷരം പഠിച്ചിട്ടാണല്ലോ ഖുർആൻ ശരീഫ് ഓതാൻ പഠിക്കുന്നത്. അങ്ങനെ ഒരാൾ അലിഫ് ബാ താ എന്ന 3 അക്ഷരം പഠിച്ചപ്പോൾ അദ്ദേഹം അങ്ങ് മരണപ്പെട്ടു പോയെങ്കിൽ, അദ്ദേഹം ഹാഫിള് ആകണമെന്ന യഥാർത്ഥ ആഗ്രഹത്തോടു കൂടിയാണെങ്കിൽ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാഫിളുകളുടെ കൂടെ വരുമെന്നാണ്. ഇത്ര വലിയ മഹാഭാഗ്യം നമുക്ക് അല്ലാഹു തആല ആഗ്രഹിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവർക്കും ആഗ്രഹിച്ചൂടെ ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് മുതൽ പരിശ്രമിക്കാൻ തുടങ്ങണം. അല്ലാഹു തആല പരിശ്രമമാണ് നോക്കുന്നത്. തൗഫീഖ് തരുന്നത് അല്ലാഹുവാണ്, ആയുസ് നീട്ടിത്തരുന്നത് അല്ലാഹുവാണ്. എല്ലാം അല്ലാഹുവിന്റെ കയ്യിലാണ്. ഒരാൾ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എനിക്ക് ഹാഫിള് ആകണമെന്ന് 101ാമത്തെ വയസ്സിൽ ആഗ്രഹിച്ചാലും അദ്ദേഹം നല്ല ആഗ്രഹത്തോടു കൂടിയാണ് പരിശ്രമിച്ചതെങ്കിൽ, തുടങ്ങിയതെങ്കിൽ, അദ്ദേഹം പൂർത്തിയാക്കിയില്ലെങ്കിലും നാളെ ഹാഫിൾ നിങ്ങളെ കൂടെ വരുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മാഷാ അല്ലാഹ്, നമ്മുടെ കുട്ടികൾ ഖുർആൻ ശരീഫ് കാണാതെ പഠിച്ചവർ അല്ലാഹു അവർക്ക് മഹാഭാഗ്യം നൽകിയിരിക്കുകയാണ്.
ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ ഖുർആനി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അറിയിച്ചിരിക്കുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ശരീഫ് മുഖേന അല്ലാഹു തആല ചില ആളുകളെ വളരെ ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ്. ഉയർന്ന അവസ്ഥയിൽ എത്തിക്കുന്ന, ദുനിയാവിലും ഉയർന്ന അവസ്ഥയിലെത്തിക്കും, നാളെ ആഖിറത്തിലും ഉയർന്ന അവസ്ഥയിലെത്തിക്കും. നമുക്കറിയാം, ഇന്ന് ഖുർആൻ ശരീഫുമായി ബന്ധപ്പെട്ട് പല മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഖുർആൻ ശരീഫുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾ ഇപ്പോൾ സാധാരണ മുമ്പെല്ലാം 1000, 10,000, 1000 ലക്ഷക്കണക്കിന് രൂപ, എന്നാൽ ഇന്ന് കോടിക്കണക്കിന് രൂപയാണ് പരിശുദ്ധ ഖുർആന്റെ മത്സരത്തിൽ ഇന്ന് ആളുകൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സ്ഥാനം വാങ്ങുന്നവർക്ക് കോടിക്കണക്കിന് രൂപയാണ് നൽകുന്നത്. മാഷാ അല്ലാഹ്, ദുനിയാവിലും അങ്ങനെ അള്ളാഹു ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ആഖിറത്തിൽ നാളെ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും നബിമാര് പോലും നഫ്സി നഫ്സി, എന്റെ ശരീരമേ, എന്റെ അവസ്ഥ എന്താണ് എന്ന് നബിമാര് പോലും പറയുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ ശരീഫിന്റെ മഹത്വം എത്രത്തോളം എന്ന് വെച്ചാൽ, നരകത്തിലേക്ക് ബന്ധപ്പെട്ട് നരകത്തിൽ പോകാൻ നിർബന്ധിതരായി നരകത്തിലേക്ക് പോകാനുള്ള ഒരുക്കവുമായി നിൽക്കുന്ന, നരകവുമായി ബന്ധപ്പെട്ട് നിർബന്ധമായ 10 ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മഹാഭാഗ്യം അല്ലാഹു തആല ഒരു ഹാഫിളിന് നൽകുന്നതാണ്. അപ്പൊ നമ്മളൊരു മകൾ ഹാഫിളായെങ്കിൽ എത്ര വലിയ ഭാഗ്യമാണ്. ചില ആളുകൾ അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്, നമ്മുടെ ഇവിടെ നടത്തപ്പെടുന്ന മർഹൂം റാഫി മൗലവി, അദ്ദേഹം സാബിഖും ബിൽ ഖൈറാത്ത് എന്ന് പറഞ്ഞതുപോലെ നന്മകളിൽ വളരെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മാഷാ അല്ലാഹ്. അതുകൊണ്ട് അദ്ദേഹം ഇതുപോലുള്ള ഈ സ്ഥാപനം നിർമ്മിച്ചത്, അതുപോലെ മുകളിൽ ഒരു പള്ളി നിർമ്മിക്കണമെന്നുള്ള ആഗ്രഹം വെച്ചത്, ഇതുപോലെ ഏതെല്ലാം സ്ഥലങ്ങളിൽ പള്ളി ഇമാമായിരുന്നോ അവിടെയെല്ലാം ഖുർആന്റെ ക്ലാസുകൾ വെക്കുമായിരുന്നു. എത്രയോ ആളുകൾക്ക് പ്രയോജനപ്പെട്ടു. മാഷാ അല്ലാഹ്. അല്ലാഹു നമുക്കും അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ അദ്ദേഹം നന്മകളിൽ മുന്നേറുന്ന ഒരാളായിരുന്നു. ഇതുപോലെ നമ്മളും ഇൻഷാ അല്ലാഹ് എല്ലാ നന്മകളിലും മുന്നേറണം എന്നൊരാഗ്രഹം വെക്കണം. നമുക്കറിയാം, നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യന് 3 ഘട്ടമാണുള്ളത്. പരിശുദ്ധ ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഒന്ന് അമ്മാറത്തും ബിൻ നഫ്സ് എന്ന് പറയും. സ്വന്തം ശരീരം അത് മണ്ണിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് ശരീരം ആഗ്രഹിക്കുന്നതെല്ലാം ദുനീവിയായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ദീനെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നതാണ്, ആകാശത്ത് നിന്ന് വന്നതാണ്. ബാക്കി നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ, ആഡംബരങ്ങൾ, ദുനിയാവിന് എന്തെല്ലാം കാണുന്നോ ഇതെല്ലാം ദുനിയാവിലുള്ളതാണ്. ഇതാണ് നമ്മളെ ശരീരം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ അമ്മാറത്തും ബിൻ നഫ്സ്, നഫ്സ് എന്ന് പറഞ്ഞാല് ഇതുപോലുള്ള വേണ്ടാദീനങ്ങളെല്ലാം ഇങ്ങനെ ചുമ്മാ കൽപ്പിച്ചുകൊണ്ടിരിക്കും. അത് ചെയ്യ്, ഇങ്ങനെ മോശമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതുപോലെ നാളെ ആഖിറവുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ, അതിലേക്കാണ് ശരീരം എപ്പോഴും ഇങ്ങനെ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മാറത്തും ബിൻ നഫ്സ് എന്ന് പറയും. ഇതാണ് നമ്മളെ ശരീരം. പക്ഷെ ഇവിടെ നിൽക്കരുത്. അടുത്ത സ്ഥാനം അല്ലാഹു തആല പറയാൻ, ലവ്വാമത്തുൻ അൻ-നഫ്സുൽ ലവ്വാമ ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിൻ-നഫ്സിൽ ലവ്വാമ. ലവ്വാമ എന്ന് പറഞ്ഞാൽ ശരീരത്തെ ആക്ഷേപിക്കുന്ന റൂഹ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ബാഹ്യമായി കാണുന്ന ശരീരം, ഇതിന്റെ ഉള്ളിൽ റൂഹുണ്ട്, ആത്മാവുണ്ട്. ഈ ആത്മാവാണ് യഥാർത്ഥത്തിൽ കാലാകാലത്തേക്കുള്ളത്. ശരീരം ഉമ്മാടെ ഗർഭാശയം മുതൽ ഈ ഖബറിന്റെ വയറ് വരെ നമ്മൾ പോകുന്ന ഒരു വാഹനമാണ്. ഈ റൂഹിന് സഞ്ചരിക്കാനുള്ള ഒരു വാഹനം മാത്രമാണ് നമ്മുടെ ഈ ശരീരം എന്നുള്ളത്. എന്നാൽ ഖബർ മുതൽ തുടങ്ങുന്ന അങ്ങോട്ടുള്ള ജീവിതം, അങ്ങോട്ടെല്ലാം പോകുന്നത്, അഥവാ നമ്മളെ റൂഹ്, അതിന് ഒരു തുടക്കമുണ്ട്, ഇനി ഒരിക്കലും ഒടുക്കമില്ല. കാലാകാലത്തേക്ക് സ്വർഗത്തിൽ താമസിക്കാനുള്ളതാണ് റൂഹ്. ഈ റൂഹ് ശരീരത്തെ എന്ത് ചെയ്യും? ആക്ഷേപിക്കും. നീ അങ്ങനെ ചെയ്തില്ലേ, അത് ശരിയായില്ല, നീ മോശമായി പോയി, ആ ചെയ്തത് മോശമായി പോയി. ഇങ്ങനെ നമ്മളെ ശരീരത്തിനെ, നമ്മളെ റൂഹ് നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരിക. നമ്മൾ ആ നഫ്സിനെ, അതെപ്പോഴാണ്? ഈ മോശമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന ദൃഢമായ ഒരു അസ്മ്, ഒരു തീരുമാനം നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് നല്ല കാര്യങ്ങളിലേക്ക് കൂടുതൽ ചായാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ശരീരം നമ്മളെ നന്മ, ഈ റൂഹ് നമ്മളെ ശരീരത്തെ നല്ല കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുകയും മോശമായ കാര്യങ്ങളിലേക്ക് അതിനെ തടയുകയും ചെയ്യുന്ന ഒരവസ്ഥ. മോശമായ കാര്യം ചെയ്താൽ നമ്മുടെ ശരീരത്തെ ആ റൂഹ് ആക്ഷേപിക്കുന്നത് ശരിയായില്ല, മോശമായി പോയി. ഉദാഹരണമായി നമ്മൾ നമസ്കരിക്കുന്നു, നിസ്കാരത്തിൽ ശ്രദ്ധയോടുകൂടിയാണ് നിസ്കരിക്കേണ്ടത്. നമ്മൾ കൈ കെട്ടിക്കഴിഞ്ഞാൽ സലാം വീട്ടുന്ന ഒരു അള്ളാഹുവിന്റെ ചിന്തയിലാണ് നമസ്കരിക്കേണ്ടത്. നമ്മൾ അതിനുവേണ്ടി സമയം ചെലവാക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട്
നമസ്കാരം കൈകെട്ടി സലാം വീട്ടി നല്ലത്, അതിനകത്ത് എന്താ നടന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. എന്നാൽ അങ്ങനെ ഒരാൾ അശ്രദ്ധമായി നമസ്കരിച്ചാൽ ആ റൂഹ് ശരീരത്തോട് പറയും, നീ ചെയ്തത് മോശമായി പോയി, നമസ്കാരം ഇത് അള്ളാഹുമായി ബന്ധപ്പെട്ടതാണ്, നിന്റെ മുമ്പിൽ അള്ളാഹു ഉണ്ടായിരുന്നു, അള്ളാഹുവിനോട് നീ സംസാരിക്കുകയായിരുന്നു, എന്നിട്ട് നീ അശ്രദ്ധനായി വേറെ സ്ഥലത്തേക്ക് തിരിഞ്ഞല്ലോ, അള്ളാഹു നിന്നിലേക്ക് തിരിഞ്ഞപ്പോൾ നീ മറ്റുള്ള സ്ഥലത്തേക്ക് തിരിഞ്ഞു നിന്നല്ലോ, മോശമായി പോയി എന്ന് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള റൂഹ്, ആത്മാവ് നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യും? ആക്ഷേപിക്കും. ഇതാണ് നഫ്സുൽ ലവ്വാമ എന്ന് പറയുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനേക്ക് പ്രേരിപ്പിക്കും, മോശമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരീരത്തെ ആക്ഷേപിക്കും. ഈ അവസ്ഥ അത് രണ്ടാമത്തെ ഒരു അവസ്ഥയാണ്. എന്നാൽ അടുത്തൊരു അവസ്ഥയെ പറ്റി അല്ലാഹു തആല പറയുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇത് മൂന്നാമത്തെ ഒരു അവസ്ഥയാണ്. അതായത് മരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ നാളെ ആഖിറത്തിലും രണ്ട് സമയത്ത് പറയപ്പെടുന്ന ഒരു അവസ്ഥയാണ്. മരിക്കുന്ന സമയത്ത് അല്ലാഹു തആലയുടെ ഭാഗത്ത് നിന്ന് ആ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് റൂഹ് പുറത്തേക്ക് വരുന്നതിന് വേണ്ടി അല്ലാഹു തആല പറഞ്ഞു, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, നിന്റെ രക്ഷിതാവിലേക്ക് നീ മടങ്ങിക്കോ. ദുനിയാവ് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ് റൂഹ് വന്നത്, അത് മടങ്ങുന്നതും അല്ലാഹുവിലേക്കാണ്. നീ മടങ്ങിക്കോ, റാദിയതൻ മർദിയ, അല്ലാഹു നിന്നിൽ തൃപ്തനാണ്, നീ അല്ലാഹുവിലും സംതൃപ്തനാണ്, ഈ അവസ്ഥയിൽ നീ മടങ്ങിക്കോ എന്ന് പറയും. അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന എന്നാ പറഞ്ഞ, ഇത്മിഇനാൻ മുത്മഇന്ന, സമാധാനമടഞ്ഞ ശരീരമേ എന്നാണ് വിളിക്കുന്നത്. നമുക്ക് ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം, നമ്മുടെ ശരീരം യഥാർത്ഥത്തിൽ ദീനിന്റെ കാര്യങ്ങളിൽ, നല്ല കാര്യങ്ങളിൽ സമാധാനം കൊള്ളേണ്ടതാണ് നമ്മുടെ ശരീരം. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ എന്താണെന്ന് ഓരോരുത്തരും നമ്മളെ കുറിച്ച് ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയാൽ, ഇന്ന് മൊബൈലിന്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് ആളുകൾക്ക് ഇന്ന് മൊബൈൽ കണ്ടില്ലെങ്കിൽ, അതിൽ നോക്കിയില്ല എങ്കിൽ അസ്വസ്ഥതയാണ്, ഒരു സ്വസ്ഥതയില്ല. സ്വസ്ഥതയ്ക്ക് വേണ്ടി മൊബൈൽ എടുത്ത് വെച്ച് നോക്കുകയാണ്. പലരും പറയുന്നത്, എനിക്ക് ഒരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി ഞാൻ ആ മൊബൈൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ശരീരം ഏറ്റവും അസ്വസ്ഥമാകുന്ന ശരീരം എപ്പോഴാണ്? മരിക്കുന്ന സമയത്താണ്. അപ്പോൾ നമ്മൾ മൊബൈൽ പോയിക്കൊണ്ടിരിക്കുമോ? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം, നമ്മൾ ഏതൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അസ്വസ്ഥത ഉണ്ടാകുന്ന മരിക്കുന്ന സമയത്ത് നമുക്ക് സ്വസ്ഥത ഉണ്ടാകുന്നത് നല്ല കാര്യത്തിലല്ലാതെ സ്വസ്ഥത ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ സമയങ്ങളിൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുന്നതിലായിരിക്കണം, ഖുർആൻ ശരീഫ് ഓതുന്നതിലായിരിക്കണം. നമുക്കറിയാം, റമളാൻ മാസം വരാൻ പോവുകയാണ്. ഖുർആൻ ശരീഫുമായി ബന്ധപ്പെടേണ്ട മാസമാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ പരിശുദ്ധമായ ഖുർആൻ ശരീഫുമായി ഓതണം. നമ്മളൊരു കൂട്ടുകാരനുണ്ട്, അദ്ദേഹം ഒരു ദിവസം ഏകദേശം 10 ജുസ് ഓതും. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, ഇപ്പൊ നിങ്ങൾ എത്ര ജുസ് ഓതുമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും 10 ജുസ് ഓതും, 15 ജുസ് ആക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ദിവസം കൊണ്ടാ? ഒറ്റ ദിവസം കൊണ്ട് 15 ജുസ് ആക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കണം. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം ഇപ്പൊ ഈ സമയം വരെയായി നമ്മൾ എത്ര ജുസ് ഖുർആൻ ശരീഫ് ഓതി? നമുക്ക് എത്രയോ സമയം ഉണ്ടായിരുന്നു. നമ്മൾ ഖുർആൻ ശരീഫ് ഓതുന്നതിന് പകരം വേറെ എന്തെല്ലാം നോക്കി സമയം കളഞ്ഞു. ഞാനൊരു കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ എന്നെ പറ്റി കുറ്റപ്പെടുത്തുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളെ പറ്റി കുറ്റപ്പെടുത്തിയാൽ മതി, നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഖുർആൻ ശരീഫുമായി ബന്ധപ്പെടേണ്ട ഒരു സമയമാണ് ഈ റമളാൻ മാസം. അതെന്റെ ഇൻഷാ അല്ലാഹ് ഖുർആൻ ശരീഫിന്റെ മാസമാകട്ടെ. ഞാൻ ഒരു ദിവസം 10 ജുസു അല്ലെങ്കിൽ 5 ജുസു അല്ലെങ്കിൽ 3 ജുസു നിർബന്ധമായി ഓതും എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അള്ളാഹുവിനുള്ള ഭാഗ്യം തന്നാൽ എത്ര വലിയ ഭാഗ്യമായി. അപ്പൊ ഇതാണ്, ഇങ്ങനെ ഒരു മനുഷ്യൻ നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ നിലയിൽ, അതായത് അത് ചെയ്തില്ലെങ്കിൽ ശരീരത്തിന് അസ്വസ്ഥതയാണ്, നമസ്കാരത്തിന്റെ സമയമായി അത് ചെയ്തില്ലെങ്കിൽ അസ്വസ്ഥത, ഈ നിലയിൽ ഒരു മനുഷ്യൻ നല്ല കാര്യങ്ങളിൽ സ്വസ്ഥത ഉണ്ടാകുന്ന അവസ്ഥ, ഇതാണ് മുത്മഇന്ന എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ശരീരത്തിനെയാണ് മരിക്കുന്ന സമയത്ത് സമാധാനമടഞ്ഞ ശരീരം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാഷാ അല്ലാഹ്, പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പഠിച്ച ഈ കുഞ്ഞുങ്ങളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ, അവർക്ക് അവസാനം വരെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ അല്ലാഹു തആല എല്ലാ അവസരവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ആയത്തോടുകൂടി ഞാൻ ഈ പരിശുദ്ധമായ സദസ്സിനെ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്തതായി അധ്യക്ഷന്റെ ഉപക്രമമാണ്. ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ബാക്കി പരിപാടികളിലേക്ക് കടക്കാം. നമുക്ക് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ അനുസ്മരണവും അതുമായി ബന്ധപ്പെട്ട നസീഹത്തും, അതുപോലെ
പഠനം പൂർത്തിയാക്കിയ ഹിഫ്ള് പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് അഥവാ സനദ് നൽകേണ്ടവർ ബഹുമാനപ്പെട്ട തൊടുപുഴ സുലൈമാൻ ഉസ്താദ് അവറുകളെയാണ് നമ്മൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും തീരുമാനിക്കുകയും ചെയ്തത്. ഉസ്താദ് അവർ യാത്രയിലാണ്, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തും. അതിനു മുമ്പായി ഉസ്താദിന്റെ അനുസ്മരണവും ഇതെല്ലാം കഴിയണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ وآل كل والصحابة أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا نحن نزلنا الذكر وإنا له لحافظون فقد قال الله سبحانه وتعالى في قرآنه المجيد فقد قال النبي صلى الله عليه وسلم خيركم من تعلم القرآن وعلمه أو كما قال رسول الله. സർവലോക സംരക്ഷകനായ അള്ളാഹു സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളെയും മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം സൃഷ്ടാവായ അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും എല്ലാത്തിലും ഉപരി പരിപൂർണ ഈമാനിലായി അള്ളാഹു സലാമത്തിലാക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാന് മുന്നോടിയായിട്ടുള്ള ഷഅബാനിന്റെ അവസാനത്തെ സമയത്താണ് നാം ഓരോരുത്തരും ഉള്ളത്. അഥവാ ഏറ്റവും പവിത്രമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് എൻ്റെ മാസം എന്ന് വാഴ്ത്തപ്പെട്ട ഒരു മാസം, ഏറ്റവും കൂടുതലായി ഖുർആൻ ഷരീഫ് അധികമായി തിലാവത്ത് ചെയ്യേണ്ട ഒരു മാസം, മനസ്സിലാക്കേണ്ട മാസം, അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ട ഒരുങ്ങേണ്ട ഒരു മാസമാണ് ഷഅബാൻ. അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ, അതിലെ അവസാനത്തെ ഒരു ബുധനാഴ്ച അസർ കഴിഞ്ഞ് മഗ്രിബിനോടടുത്ത ഈ സമയത്ത് ഈ കാണുന്ന ചെറിയ ഒരു മജ്ലിസ് നമ്മുടെ ദൃഷ്ടിയിൽ, പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ഇതിനുള്ള സ്ഥാനം, ഇതിന്റെ മഹത്വം അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്തു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് നിറഞ്ഞ മജ്ലിസാണ്. എല്ലാ നിലയിലുമുള്ള അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകപ്പെടുന്ന ഒരു മജ്ലിസാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ താല്പര്യവും നീയത്തും അനുസരിച്ചുള്ള പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതൊരു സാധാരണ നിലയുള്ള ചടങ്ങല്ല, മറിച്ച് നമ്മൾ കൂടിയത് അള്ളാഹുവിന്റെ പേരിലാണ്. അവന്റെ ഖുർആൻ, അവന്റെ കലാം, അതിന്റെ പേരിൽ കൂടിയ കൂട്ടമാണ്. ഒരു മനുഷ്യൻ ദുനിയവിയായ അവന്റെ ചെറിയ വലുത് എന്തെങ്കിലും ഒരു ആഗ്രഹത്തെ പ്രതീക്ഷിച്ചിരുന്നാൽ അതുവരെയും അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന, അത് നടപ്പിലാക്കി സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും കൂടിയാണ്. അള്ളാഹു അതിന്റെ മഹത്വം മനസ്സിലാക്കി കഴിയാൻ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതലായി ഇവിടെ സ്മരിക്കേണ്ടി വരുന്നത്, സംസാരിക്കേണ്ടി വരുന്നത് ബഹുമാന്യനായ റാഫി ഉസ്താദ് അവറുകളെ കുറിച്ചാണ്. ഉസ്താദിന്റെ അടുക്കൽ ദർസി കിതാബുകളിൽ ഏറ്റവും കൂടുതൽ കിതാബുകൾ ഉസ്താദിന്റെ അടുക്കൽ നിന്നാണ് ഞാനിക്കും ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന പല ഉസ്താദുമാർക്കും പഠിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഉസ്താദിനോടൊപ്പം പഠിച്ച ബഹുമാന്യരായ ഉസ്താദുമാരും ഈ കൂട്ടത്തിലുണ്ട്. ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നിലയിൽ, വിശാലമായ നിലയിൽ ഓരോ മസലകളും ഓരോ നിയമങ്ങളും ഏത് കിതാബാണോ പഠിപ്പിക്കുന്നത് അത് ശരിക്ക് പഠിപ്പിച്ച് അതിൽ ആത്മാർത്ഥത കണ്ടെത്തിയിരുന്ന ഒരാളായിരുന്നു. അതിൽ ജീവനും ജീവിതവും സമ്പൂർണമായും നൽകപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. എല്ലാത്തിലും ഉപരി ഖുർആനിനോട് ഒരു പ്രത്യേക രസം ആസ്വദിച്ച് ജീവിച്ച് അങ്ങനെ അള്ളാഹുലേക്ക് യാത്രയാകാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ. ചെറുപ്പത്തിൽ ഉസ്താദിന്റെ മുമ്പിൽ ക്ലാസ്സിലിരിക്കുമ്പോ തമാശയിൽ കൂടി പലതും പറയും. അക്കൂട്ടത്തിൽ പറയുന്ന ഒന്നായിരുന്നു, ഞാനും അൻസാരിയൊക്കെ ഒരു നാട്ടുകാരനാണ്. റബിയുൽ അവ്വലോട് കൂടി ഉസ്താദിനെ പൂർണ്ണമായ നിലയിൽ, അല്ലെങ്കിൽ കുറഞ്ഞ സമയം പള്ളിയിലും ബാക്കിയുള്ള സമയം ആ ദർസിലും കഴിച്ചുകൂട്ടാം എന്ന് ഉസ്താദ് ഇങ്ങോട്ട് അറിയിക്കേണ്ടായി. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഉസ്താദ് വീണ്ടും പറഞ്ഞു, എന്റെ മനസ്സിൽ മറ്റൊരാഗ്രഹം കൂടിയുണ്ട്. വെഞ്ഞാറമൂട് ഒതിമൂട് എന്റെ വീട്ടിൽ നടക്കുന്ന ഹിഫ്ളിന്റെ സ്ഥാപനം, വെഞ്ഞാറമൂട് എന്നെക്കാളും കുറച്ചും കൂടെ പഴക്കമുള്ള ആളെന്ന നിലയിൽ അൻസാരിയുടെ ബന്ധം വെച്ച് നമ്മുടെ ഈ ബനാത്ത് വിശാലമാക്കണം, എന്നിട്ട് ഈ രണ്ട് സ്ഥാപനവും ഒന്നായി ഒരു ട്രസ്റ്റിന്റെ കീഴിലാക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ ആഗ്രഹം അറിയിച്ചുകൊണ്ട് ഏകദേശം 3 മിനിറ്റ് 40 സെക്കൻഡുള്ള മെസ്സേജ് ഉസ്താദ് അയക്കുന്നത്. പിന്നീട് ഉസ്താദിനെ കാണാമെന്ന് ആഗ്രഹിച്ചെങ്കിലും കാണാൻ സാധിച്ചില്ല. മറ്റൊരവസരത്തിൽ ഉസ്താദിനോട് മെസ്സേജ് തന്നെ തിരിച്ചു ഫോൺ കോളിൽ കൂടി തന്നെ മറുപടി പറഞ്ഞ് നമ്മുടെ കൂട്ടത്തിലുള്ള ഉസ്താദന്മാര് സ്ഥാപനത്തിലെ ഉസ്താദന്മാരുമായി ആലോചിച്ച് ഉസ്താദിനെ സന്തോഷപൂർവ്വം അറിയിച്ചത്, ഉസ്താദ് ഈ അവധി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ദാറുൽ അൻവാർ എന്ന തേമ്പാമൂട് സ്ഥാപനത്തിൽ മുദരിസായി തീരുമാനിച്ചിരിക്കുന്ന ഉസ്താദിനെ എപ്പോഴാണോ വരാം, ദർസ് എടുക്കാം. വലിയ സന്തോഷത്തോടെ ഉസ്താദ് അത് സ്വീകരിച്ചു.
അതിനുശേഷം ഉസ്താദ് പറഞ്ഞത്, ഞാൻ ജീവിച്ചിരുന്നാലും മരിച്ചാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം ഈ സ്ഥാപനത്തിന് അതുമായി ബന്ധപ്പെടുത്തി ഇതിനെ വളരെ വിശാലമായ നിലയിലാക്കണം. ഉസ്താദിന് വലിയ ആഗ്രഹങ്ങളായിരുന്നു. അല്ലാഹു തആല എല്ലാത്തിനും പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മളും ഇൽമുള്ളവരാണ്, ദീനുള്ളവരാണ്, മുഅ്മിനീങ്ങളാണ്. നമുക്കും ഒരുപാട് ആഗ്രഹിക്കാൻ, ഒരുപാട് പ്രതീക്ഷകൾ വെക്കാം. ഒന്നും അല്ലാഹു പാഴാക്കില്ല. ഉസ്താദ് ജീവിച്ചിരുന്ന സമയത്ത് ഒരു പള്ളി സദസ്സില്ല. പക്ഷെ ഉസ്താദ് മരണപ്പെട്ട് ഖബറിൽ കിടക്കുമ്പോൾ അത് ആസ്വദിക്കുകയാണ്. ഇന്നും അൽഹംദുലില്ലാഹ് ഇവിടെ കൂടി എല്ലാവരും അവിടെ പോയി അസ്ർ നമസ്കരിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നാടിന്റെ നാനാഭാഗത്ത് നടക്കുന്ന, നമ്മുടെ നാടുകളിൽ, വ്യത്യസ്തമായ നാടുകളിൽ നടക്കുന്ന സർവ്വ സ്ഥാപനങ്ങളെയും ഹൃദയം കൊണ്ട് നാം സ്നേഹിക്കുന്നവരാകണം. നമ്മുടെ ഓരോ വീടുകളും അത്തരത്തിലാക്കി തീർക്കാൻ സാധിക്കും. 10-15 വീടുകൾ കൂടുന്നിടത്ത് ഖുർആനിന്റെ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസവും ഒക്കെ ഖുർആനിന്റെ ഹൽക്കകൾ, തഅലീമിന്റെ സദസ്സുകൾ സംഘടിപ്പിച്ച് ദീനിയായ ഒരു മാഹൗല്, ഒരു ചുറ്റുപാട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന്റെ ഒരു സഹായി, ഈ സ്ഥാപനത്തിന്റെ ഒരു ബന്ധപ്പെട്ടയാൾ എന്ന നിലയിൽ എളിയവൻ വിനീതൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, എല്ലാ നിലയിലുള്ള സഹകരണവും നമുക്ക് ഉണ്ടാകണം. അൽഹംദുലില്ലാഹ്, ഈ സ്ഥാപനം മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 12 കൂടി വെക്കേഷൻ ക്ലാസ് ആരംഭിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പരിസരത്തുള്ള മക്കളെ, ചെറുതും വലുതുമായ എല്ലാവർക്കും ഇവിടെ വന്ന് ഖുർആൻ പഠിക്കാനും ബാക്കി ദീനിയായ ഫിഖ്ഹിന്റെ മസലകളൊക്കെ പഠിക്കാനുള്ള അവസരമുണ്ട്. അതൊക്കെ നമ്മൾ ശരിയായ നിലയിൽ പ്രയോജനപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ അല്ലാഹുവുമായി ബന്ധപ്പെടാനും വരാനിരിക്കുന്ന റമദാനിനെ ശരിയായ നിലയിൽ പ്രയോജനപ്പെടുത്താനും അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനനായ ഉസ്താദ് അവர்கள் എത്തിക്കഴിഞ്ഞു. അതുപോലെ നമുക്കറിയാം, ഈ തക്യാബിന്റെ ഈ ജമാഅത്ത് പള്ളിയുടെ, ഈ നിസ്കാര പള്ളിയുടെ ഭാഗത്തും റോഡിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ധാരാളം മുസ്ലിം സ്ത്രീകളുണ്ട്. നല്ല ആവേശമുള്ള, ആഗ്രഹമുള്ളവരുണ്ട്. അവരൊക്കെ ഈ കാണുന്ന നമ്മുടെ ദൃഷ്ടിയിൽ ചെറുതാൽ അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ വലിയ സ്ഥാപനമാകുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഖുർആൻ പഠിക്കാനും എല്ലാ നിലയിലും, നേരത്തെ സൂചിപ്പിക്കും, ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅ വലാ തകുൻ ഖാമിസ്, അഞ്ചാമതൊരു കൂട്ടരായി നമ്മൾ ജീവിക്കരുത്. പണ്ഡിതനോ അല്ലെങ്കിൽ അത് ഖുർആൻ പഠിക്കുന്നയാളോ അല്ലെങ്കിൽ അതിനെ സ്നേഹിച്ച് അത് ശ്രദ്ധിച്ച് കേട്ട് അവരെ സഹായിച്ച് അവരെ സപ്പോർട്ട് ചെയ്തതിനോടൊപ്പം ചേർന്ന് അതിനെ മാറി നിന്ന് അതിന്റെ ചില കുറ്റങ്ങളെ പറഞ്ഞ് ഇതിന്റെ ന്യൂനതകൾ കണ്ടെത്തി അത് ഇതൊന്നും നമുക്ക് ബന്ധമില്ലാത്ത നിലയിൽ ആയിക്കളയരുത് എന്ന വലിയൊരു അപേക്ഷയാണ് ഈ സാഹചര്യത്തിൽ ഈ നാട്ടുകാരോട് പ്രത്യേകിച്ചും മൊത്തത്തിൽ പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനനായ ഉസ്താദ് അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ സദസ്സിനെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന വലിയ ദുആയോടുകൂടി എന്റെ ചെറിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്, ഉസ്താദിന്റെ ഒപ്പം പഠിച്ച എന്റെ ക്ലാസ്സുകാരായ ഒറ്റ കൂട്ടുകാരായ 4 ഉസ്താദുമാരാണുള്ളത്. ബഹുമാനനായ ഷുക്റുദ്ദീൻ ഉസ്താദ്, താഹിർ ഉസ്താദ്, നസീർ ഉസ്താദ്, ഫാറൂഖ് ഉസ്താദ് തുടങ്ങിയ ധാരാളം പേരുണ്ട്. എന്നാലും ഉസ്താദിനെ കുറിച്ച് ചുരുങ്ങിയ നിലയിൽ അവർക്ക് ഉസ്താദിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി ബഹുമാനനായ താഹിർ ഉസ്താദ് അവരെ ആദരവ് ക്ഷണിക്കുകയാണ്. ചുരുങ്ങിയ വാക്കുകൾ ഇൻഷാ അല്ലാഹ് അനുസ്മരണം നടക്കും. അതിനുശേഷം ഇൻഷാ അല്ലാഹ് സന്നദ്ധദാനം, ബാക്കി കാര്യങ്ങൾ അതിലേക്ക് കിടക്കും. മഗ്‌രിബിന് മുമ്പ്, മഗ്‌രിബിന് 10 മിനിറ്റ് മുമ്പ് ഇൻഷാ അല്ലാഹ് ദുആ കഴിഞ്ഞ് നമുക്ക് പിരിയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അൽഹിംനാ മറാശിദ ഉമ്മൂരിനാ വഅദ്നാ മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. വേദിയിലും സദസ്സിലും വിദഗ്ധരായിരിക്കുന്ന ബഹുമാന്യരായ ഉസ്താദുമാരും, വിശിഷ്യ വിജ്ഞാന മാർഗത്തിൽ ഞങ്ങൾക്ക് മാർഗദീപമായിട്ടുള്ള ബഹുമാന്യരായ ഷെയ്ഖുൽ ഹദീസ് സുലൈമാൻ ഉസ്താദോടും, പണ്ഡിത സുഹൃത്തുക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു നമ്മുടെ അലസവും അശ്രദ്ധവുമായി ഇന്നലകളിൽ സംഭവിച്ചു പോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും പൂത്തുമാപ്പാക്കി ശിഷ്ടകാലം അവർ ഇഷ്ടപ്പെടുന്ന തരത്തിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ഖുർആനികമായ മാതൃകാപരമായ ഒരു ജീവിതം കാഴ്ചവെക്കുവാനുള്ള മഹാഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സത്യത്തിൽ
ഞങ്ങൾ ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന സഹപാഠികളായിട്ടുള്ള ആൾക്കാർ വളരെ അസൂയയോടുകൂടി നോക്കി കാണുന്ന ഒരു വേദിയാണ് ഇന്നത്തെ ഈ വേദി. കാരണം ഞങ്ങൾ ഒപ്പം പഠിച്ചവർക്കാർക്കും നേടാൻ കഴിയാത്ത ഒരു മഹനീയ കൃത്യമാണ് മർഹൂം റാഫി മൗലവി അവറുകൾ മരണാനന്തരവും നേടിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പഠനകാലത്തെ കുറിച്ച് കൂടെ പഠിച്ചവർക്കും ശേഷം പഠിച്ചവർക്കും അതേ കാലഘട്ടത്തിൽ മദ്രസയിൽ ഉണ്ടായിരുന്നവർക്കുമെല്ലാം വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. 1-ാം ക്ലാസ്സിൽ ഒരു സാധാരണ വിദ്യാർത്ഥിയെ പോലെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നതിന് ശേഷം 2-ാം ക്ലാസ് മുതലുള്ള നിരന്തരമായ പരിശ്രമം കൊണ്ടും ഇബാദത്തിലുള്ള താല്പര്യം കൊണ്ടും വളരെ ഏറെ മുന്നോട്ട് പോയൊരു വ്യക്തിയാണ് ബഹുമാന്യരായ റാഫി ഉസ്താദ് അവർകൾ. ഒരിക്കൽ ഓർമ്മ വരുന്നുണ്ട്, ഒരിക്കൽ നമ്മുടെ ഒരു ഉസ്താദ് വേക്കലുള്ള അബ്ദുൽ വഹാബ് ഉസ്താദ് ഒരു ഹദീസ് ഒരു വെള്ളിയാഴ്ച പഠിക്കാൻ വേണ്ടി എഴുതിയിട്ടതിൽ പറഞ്ഞു, ആരെങ്കിലും 12 റക്അത്ത് ദുഹാ നമസ്കരിച്ചാൽ അവന്റെ സ്വർഗത്തിൽ ഒരു മാളിക, ഒരു കൊട്ടാരം പണിതു കൊടുക്കുന്നതാണ് എന്നുള്ള ഹദീസ് എഴുതിയിട്ട് അത് പിറ്റേ ദിവസം എല്ലാം ജമാഅത്തിന്റെ കാർഗുസായി എല്ലാം ചോദിച്ചതിന് ശേഷം അടുത്ത ദിവസം ക്ലാസ്സിൽ വന്നിട്ട് ചോദിച്ചു, ആരാണ് 12 റക്അത്ത് കഴിഞ്ഞ ദിവസം നമസ്കരിച്ചത്? അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അതിന് മറുപടി പറയാൻ ഒരൊറ്റ വ്യക്തിയെ ഉണ്ടായിരുന്നുള്ളൂ. അത് ബഹുമാന്യരായ റാഫി മൗലവി അവറുകളായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ധാരാളം തൗഫീഖ് കൊടുത്തു. പഠിക്കുന്ന സമയത്ത് ഏത് നമസ്കാരത്തിന് ഇമാമത്ത് നിന്നാലും അദ്ദേഹമാണ് മിക്കവാറും നമസ്കാരത്തിന് ഇമാമത്ത് നിർവഹിക്കാറ്. കാരണം സ്വന്തം പ്രയത്നത്താൽ കിതാബിന്റെ പഠനത്തോടൊപ്പം തന്നെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് മനനം ചെയ്ത വ്യക്തിയാണ്. പോകുമ്പോഴും നടക്കുമ്പോഴും കയറ്റം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ട് നടക്കുമായിരുന്നു. ഉസ്താദ് പോലും പലപ്പോഴും ക്ലാസ്സിലിരുന്നു കൊണ്ട് അങ്ങനെ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്നതിനെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിനൊരു ഇതില്ലാതെ എപ്പോഴും ഓതിക്കൊണ്ട് അങ്ങനെ ഒരു ഖുർആനുമായിട്ടുള്ള നല്ലൊരു ബന്ധമുള്ള വ്യക്തിയായിരുന്നു. നിരന്തരമായ പരിശ്രമം കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ പഠനകാലത്ത് തന്നെ അത് നല്ലവണ്ണം മനഃപ്പാഠം ചെയ്തു. അതുപോലെ തന്നെ അത് നല്ലവണ്ണം ഓതാൻ, ഒരു കാര്യം എപ്രകാരം ഓതുന്നോ അതുപോലെ ഓതാനുള്ള പ്രയത്നം ചെയ്യുകയും ആ പ്രയത്നത്തിൽ കൂടി ആ കാര്യം നേടിയെടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ഞങ്ങള് തൊടുപുഴ പഠിക്കുന്ന കാലത്താണെങ്കിലും അതുപോലെ തന്നെ ദൈവത്തിൽ പഠിക്കുന്ന കാലത്താണെങ്കിലും അദ്ദേഹം ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് പാഠത്തിൽ പോകുന്നതിനാണെങ്കിലും മറ്റുള്ള ഐച്ഛികമായിട്ടുള്ള വിഭാഗത്തുകളായ തഹജ്ജുദ് നമസ്കാരവും മറ്റുള്ള ഖുർആൻ ശരീഫ് പാരായണം അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധ ചെലുത്തി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിനെ സ്വീകരിച്ചതിന്റെ ഒരു ലക്ഷണമാണ് ഇവിടെ ഈ കാണുന്ന ജനക്കൂട്ടവും. അതുപോലെ തന്നെ ഈ കുട്ടികൾ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് മനനം ചെയ്തിട്ട് ഇന്ന് അതിന്റെ പൂർത്തീകരണവും അവരുടെ ആഗ്രഹ സാക്ഷാത്കാരവും നടക്കുന്ന ഒരു വേളയാണ്. സാധാരണ പറയാറുണ്ട്, ഒരു ആണ് നന്നായാൽ ഒരാണ് നന്നായി, ഒരാള് നന്നായി, ഒരു പെണ്ണ് നന്നായാൽ ഒരു കുടുംബവും ഒരു ഗോത്രവും ഒരു നാടും നന്നായി എന്ന് പറഞ്ഞത് കണക്കാണെങ്കിൽ ഒരു 10 നാടാണ് അൽഹംദുലില്ലാഹ് ഇന്ന് നന്നായിരിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ പ്രയത്നമാണ് എന്ന് മാത്രമല്ല എല്ലാ ഉസ്താദുമാരുടെയും ഇഷ്ടഭാചനവുമായിരുന്നു, സൽസ്വഭാവിയായിരുന്നു. പഠിക്കുന്ന കാലത്ത് തന്നെ ഏത് വകുപ്പ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം പോലെ ഏത് വകുപ്പിൽ കയറി നമസ്കരിച്ചാലും പുള്ളി ദുആ ചെയ്യും, അല്ലാഹുമ്മ റസുഖ്നാ ഹജ്ജ ബൈതിക്കൽ ഹറം. അതിങ്ങനെ നിരന്തരം ദുആ ചെയ്യുമായിരുന്നു. പലപ്പോഴും നമ്മൾ തമാശയ്ക്ക് പുള്ളിയെ കളിയാക്കാറുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായിട്ട് ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം ലഭിച്ചതും അദ്ദേഹത്തിനായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിനെ സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിനെ കുറിച്ച് മരണാനന്തരം അതിനുശേഷം ആ സമയത്ത് വന്നെത്താൻ സാധിക്കാത്ത ബഹുമാന്യരായ ഉസ്താദ് പിന്നീട് വന്ന് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു കേട്ട് ദുആ ചെയ്യുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ നമ്മുടെ മനസ്സ് കൊതിച്ചുപോയി. ആ മരിച്ചു കിടന്നത് ദുആ ചെയ്യപ്പെടുന്ന വ്യക്തി നമ്മളായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്ന തരത്തിൽ ഉസ്താദുമാരുടെ പ്രിയപ്പെട്ട ഇഷ്ടഭാചനമായിരുന്നു ബഹുമാനപ്പെട്ട റാഫി ഉസ്താദ് അവറുകൾ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാക്കുമാറാകട്ടെ, സ്വർഗീയ സൗരഭ്യം കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ, പ്രകാശപൂരിതമായിട്ട് അള്ളാഹു മാറ്റുമാറാകട്ടെ. നമുക്ക് അറിയാം, ദൈവം മദ്രസയാകട്ടെ, ദാറുൽ ഉലൂം സബീറുർ റഷാദ് ബാംഗ്ലൂർ ആകട്ടെ, അതുപോലെയുള്ള പ്രധാനപ്പെട്ട നമ്മുടെ അടുത്തുള്ള കാഷിഫുൽ ഉലൂം ആകട്ടെ, അതുപോലെ ഏത് മദ്രസകളായിരുന്നാലും അതിന്റെ എല്ലാം തുടക്കം ശുഷ്കമായ വിരലിൽ എണ്ണാവുന്ന 3 പേർ, 4 പേർ, 5 പേർ, 7 പേർ എന്നിങ്ങനെ
തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. ഇന്ന് അൽഹംദുലില്ലാ അദ്ദേഹത്തിന്റെ സ്വപ്നമായി ഞാൻ പല ദിവസങ്ങളിലും അദ്ദേഹം അവസാനമായി ജോലി ചെയ്തിരുന്ന വേഴുമൂടും ഞാൻ പോകാറുണ്ട്. ഞാൻ പോകുമ്പോഴേ വിളിച്ചപ്പോഴേ ഞാൻ വരുന്നുണ്ട്, എനിക്ക് ചായയെല്ലാം റെഡിയാക്കി വെക്കണം, അതിനുള്ള ചിലപ്പോൾ ഞാൻ തന്നെ അതിനുള്ള കഴിക്കാനുള്ള കടിയും മറ്റും ഞാൻ വാങ്ങിക്കൊണ്ടുപോകും. അതല്ലെങ്കിൽ അതിനുള്ള സംവിധാനമില്ലെങ്കിൽ പാലില്ലെങ്കിൽ പോകുന്ന വഴിക്ക് പാല് വാങ്ങിക്കൊണ്ടുപോകും. കുറെ നേരം അവിടെ ഇരുന്ന് വർത്തമാനം പറയും. ചിലപ്പോൾ മഹാനെല്ലാം കഴിച്ചിട്ടാണ് പിന്നെ സ്വപ്നം കണ്ട് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അദ്ദേഹം രാവിലെ 3 മണി മുതൽ, കൊറോണയുടെ സമയത്ത് 3 മണി മുതൽ അദ്ദേഹം ഖുർആൻ ശരീഫ് കേൾക്കുന്നതാണ്. നമുക്ക് കഴിയില്ല, അതൊന്നും അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോ രണ്ട് മൊബൈൽ ഫോണ് ഓണാക്കി വെച്ചിട്ട് 2 പേരുടെ ഖുർആൻ ശരീഫും ഒരുപോലെ അപ്പുറവും ഇപ്പുറവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എന്ത് ചെയ്യാം, ആ കുട്ടികൾ കേട്ടില്ലെങ്കിൽ അത് മറന്നു പോകുമെന്ന് പറയുന്ന ആ മനസ്സിന്റെ അകത്തു നിന്നുള്ള ആ ഒരു വികാരം അത് ആർക്കും വർണ്ണിക്കാൻ കഴിയാത്തതാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു വലിയൊരു ആഗ്രഹം കുട്ടികൾ ഹാഫിളാകണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ കൂട്ടത്തിന്റെ ഇടയിൽ പറഞ്ഞു, എന്റെ മോൻ പഠിക്കുന്ന വിഷയത്തിൽ വലിയ കുഴപ്പമാണ്, നിങ്ങളൊന്നും അവന്റെ ഖുർആൻ എന്ന്, കാരണം ആ കൊറോണ സമയത്ത് കുട്ടികളുടെ മനസ്സെല്ലാം താറുമാറായി. അപ്പൊ എന്റെ മകന്റെ ഖുർആൻ കേൾക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ ഈ 3 മണിക്ക് തുടങ്ങിയിട്ട് സമയമില്ലാതിരുന്നിട്ട് പോലും ഞാൻ കേൾക്കാമെന്ന് പറയുകയും അത് താല്പര്യം കാണിക്കുകയും ചെയ്യും. മനസ്സിൽ ഈ നേരത്തെ ബഹുമാന്യനായ അൻസാരി മോര് പങ്കുവച്ചതുപോലെ ഈ നാട്ടില് നമസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു അസൗകര്യമുണ്ട്, അത് തുടങ്ങണം എന്ന് പറയുകയും നമുക്ക് അതിനു വേണ്ടി ഒരു പ്രത്യേക നിയമം എല്ലാം തയ്യാറാക്കണം, അത് എങ്ങനെ ആയിരിക്കണം, അതിന്റെ ക്ലാസ് ഇങ്ങനെ ആയിരിക്കണം എന്നെല്ലാം പറഞ്ഞ് കുറെ നേരം ചർച്ച ചെയ്യുകയും ചെയ്ത് ഞാൻ പറഞ്ഞു അതൊന്നും വളരെ പ്രായോഗികമായിട്ടുള്ളതല്ല, നാട്ടുകാരുമായിട്ടുള്ള ചർച്ച ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നുള്ള ആഗ്രഹം ഇങ്ങനെ ധാരാളം ആൾക്കാരോട് ഇങ്ങനെ പങ്കുവെക്കുകയും അൽഹംദുലില്ലാ അത് പിന്നീട് പിൽക്കാലഘട്ടത്തിൽ പോവുകയും ചെയ്യുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗീയ സൗരഭ്യം കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ, പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം ആഗ്രഹിച്ചതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ അല്ലാഹു സാക്ഷാത്കരിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ കുട്ടികൾ ഓരോ നാടുകളിലേക്കും പോയിട്ട് അവിടെയെല്ലാം ദീനിന്റെ പ്രകാശം ചൊരിയുന്ന യഥാർത്ഥ ദീനിന്റെ കാവൽ ഭടന്മാർ എന്ന് പറയാൻ പറ്റില്ല, കാവൽ സൈന്യത്തിൽപ്പെട്ട അംഗങ്ങളായിട്ട് അള്ളാഹു ഈ പെൺകുട്ടികളെയൊക്കെ മാറ്റുമാറാകട്ടെ. ഈ പെൺകുട്ടികളുടെ മടിത്തട്ടുകളിൽ വളർന്നു വരുന്ന മക്കളെല്ലാം ശൈശവ കാലഘട്ടത്തിൽ തന്നെ ഖുർആൻ ശരീഫ് മനനം ചെയ്യുന്ന ആൾക്കാരാക്കി മാറ്റുകയും അവരുടെ കുട്ടികളെല്ലാം അങ്ങനെ ആക്കുകയും അങ്ങനെ ഒരു നാട് മുഴുവൻ പ്രകാശം ചൊരിയുന്ന ഒരു കൂട്ടമായിട്ട് അള്ളാഹു ഇതിനെ കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പൊ ഒരു കാര്യം പറയട്ടെ, അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ സ്വപ്നം ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് താല്പര്യമുള്ള അഭ്യുദയകാംക്ഷികളുമായിട്ടുള്ള നിങ്ങൾ കുറച്ച് ആൾക്കാരാണ്. നമുക്ക് ഇങ്ങനെ കഴിയും. ഒരു ഹദീസ് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്, സമയമായി. ഹദീസ് പറഞ്ഞു, മൻ ബനാലില്ല വേണ്ടി ഒരു പള്ളി പണിക, എന്നിട്ട് അന്നൊരു പണിയാൻ കഴിയും എന്നുള്ള ഒരു സന്ദേശമാണ് ഹദീസിന്റെ പണ്ഡിതന്മാര് ഉസ്താദ്മാർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അത്രയേ നമുക്ക് കഴിയുള്ളൂ എങ്കിൽ പോലും അതിന് നമ്മൾ ഭാഗവാക്കാക്കണം എന്നുള്ളതാണ്. ഒരാൾ തുടങ്ങി വെച്ചു, ഈ ദീപം അണയാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവനവനാൽ കഴിയുന്ന രീതിയിൽ കൂടി 5ാമത്തെ കാറ്റഗറിയിലാകാതെ ഒന്നുകിൽ കൂടണം, അതല്ലെങ്കിൽ സഹായിക്കണം, അതെല്ലാം ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാനുണ്ടാകണം. ഈ കുട്ടികളൊന്നും പാഴായി പോകാതിരിക്കാൻ ഓരോ വീടുകളും കേന്ദ്രീകരിച്ച് നമസ്കാരത്തിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കണം, തറാവീഹ് നമസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യമാരെയും എല്ലാം എവരെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് കുറച്ചെങ്കിലും നമ്മൾ ഖുർആൻ ശരീഫ് തെറ്റില്ലാതെ ഓതാൻ വേണ്ടി പഠിക്കാനുള്ള ശ്രമം ഉണ്ടാക്കണം. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കണം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള നല്ല തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കൂടി എല്ലാവരെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവികളും അദ്ദേഹത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള അവസരവും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചെറിയ ഒരു ആശംസ നൽകുന്നതിന് വേണ്ടി ഉദിനൂട്ടിന്റെ സാദിന്റെ അയൽവാസിയും ബഷീർ സാഹിബ് എല്ലാവർക്കും വേണ്ടിയായിട്ട് അദ്ദേഹത്തിന് വിളിക്കുകയാണ്. ഏറെ ആദരണീയരും ബഹുമാനീയരുമായ വേദിയിലിരിക്കുന്ന ഉസ്താദന്മാരെ, കുട്ടികൾക്കുള്ള സന്നദ്ധ സമ്മേളനവുമാണ് ഇവിടെ നടക്കുന്നത്. ഇതിന് ആശംസ പറയുക എന്നുള്ളത് മാത്രമാണ് എന്റെ കർത്തവ്യം. എങ്കിലും ബഹുമാന്യനായ റാഫി ഉസ്താദിന്റെ നാട്ടുകാരൻ എന്നുള്ള നിലയിൽ ഞാനിപ്പോൾ നിർവഹിക്കുകയാണ്. കാരണം ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് ഇവിടെ താമസമായതിനു ശേഷം ഈ നാട്ടുകാരുടെ എല്ലാം മനസ്സിൽ ഇടം നേടിയ ഒരു ബഹുമാന്യ വ്യക്തിത്വമാണ് റാഫി ഉസ്താദ്. റാഫി ഉസ്താദിനെ കുറിച്ച് ഓർക്കുമ്പോൾ കൂടെ പഠിച്ച ഉസ്താദന്മാർ പറഞ്ഞതുപോലെ തന്നെ
അദ്ദേഹം ഈ നാടിന് നല്ലൊരു ഐശ്വര്യമായി മുന്നിൽ കണ്ടതാണ്. ഇവിടെ വന്നതിന് ശേഷം റാഫി ഉസ്താദിന്റെ മനസ്സിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ ഉദമൂർ പ്രദേശത്ത് ഒരു നിസ്കാര പള്ളി, നമുക്കൊരു തയ്ക്കാവെങ്കിലും ഉണ്ടാക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ തന്നെയും ആ ആഗ്രഹം സഫലീകരിക്കുവാൻ നമുക്ക് അല്ലാഹു തആല നമുക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അത് പൂർത്തീകരിക്കുവാനും അതിന് സ്ഥലം തരുവാനും ഒക്കെ ബഹുമാന്യനായ ശ്രീ സാഹിബ് അദ്ദേഹത്തിന്റെ മകന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണെങ്കിലും ആ സ്ഥലം നമുക്ക് നൽകി ഈ നാട്ടിൽ ദീനിയായ വിദ്യാഭ്യാസത്തിനെ എടുക്കുന്നതിനും മാത്രമല്ല ബഹുമാന്യനായ റാഫി ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഭാര്യ അവരുടെ മക്കളുടെയും ഒക്കെ അശ്രാന്തമായ പരിശ്രമം കൊണ്ട് ഈ നാട്ടിൽ വളരെ അഭിമാനകരമായി ഒരു അറബിക് ദീനി വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവരുവാനും ഒക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ അവസരത്തിൽ ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും ഈ നാടിനു വേണ്ടി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാഹ് സന്നദ്ധദാനവും ബഹുമാനപ്പെട്ട ഉസ്താദുകളുടെ നസീഹത്തുമാണ്. ഉസ്താദിന്റെ സംസാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് സനദ് നൽകി ദുആയോടുകൂടി നമുക്ക് പിരിയാം. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകളെ ആദരവോടെ ക്ഷണിക്കും. ബഹുമാന്യരായ ഉലമാക്കളെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും നമ്മളുടെ ഒരുമിച്ച് കൂടലും പൂർണ്ണമായി കബൂലാക്കുമാറാണ്. ഇവിടെ നടത്തപ്പെടുന്ന ഈ സ്ഥാപനം, അതിലെ മുതഅല്ലിമീങ്ങൾ, അധ്യാപകർ, അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉത്തരവാദിത്വം നോക്കുകയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അല്ലാഹു തആല പൂർണ്ണമായ നിലയിൽ കബൂലാക്കുമാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ അനുസരിക്കുകയും വഴിപ്പെടുകയും അതുവഴി അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കി ലോകത്ത് ജീവിച്ച് പാരത്രിക ജീവിതത്തിലെ ഉയർന്ന വിജയങ്ങളിലേക്ക് അവരെത്തണം. അതിന് അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളാണ് ഈ വഹ്യ് മുഖേന അല്ലാഹു നൽകിക്കൊണ്ടിരുന്നത്. ഓരോ കാലങ്ങളിലും നബിമാർ വരുമ്പോൾ മനുഷ്യരിലുള്ള ഏറ്റവും ചെറുതും വലുതുമായ തെറ്റായ കാര്യങ്ങൾ എന്താണോ നടമാടിക്കൊണ്ടിരുന്നത് ആ കാര്യങ്ങളെ കുറിച്ച് നബിമാർ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതിനെ ഒഴിവാക്കാനും ആ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും അവരെ പ്രേരിപ്പിക്കും. നന്മയായ കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർക്ക് പ്രോത്സാഹനം നൽകും. അതിന്റെ വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം അള്ളാഹുവിൽ നിന്ന് അവർക്ക് കിട്ടുന്ന വഹി അനുസരിച്ചാണ് നബിമാർ പറഞ്ഞു കൊടുത്തിരുന്നത്. എല്ലാ നബിമാരും അവരുടെ സമുദായങ്ങളോട് പറയുന്നുണ്ട്, ഞാൻ എന്റെ ഭാഗത്തു നിന്നും നിങ്ങളോടൊന്നും പറയുന്നില്ല, ഒന്നും നിർദ്ദേശിക്കുന്നുമില്ല. അള്ളാഹുവിൽ നിന്നും എന്നെ അറിയിക്കപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഞാൻ പറയുന്നതിന് ശരിയായ നിലയിൽ അനുസരിച്ച വഴി നിങ്ങൾക്ക് ഇഹപര വിജയം സാധിക്കുകയും ചെയ്യുമെന്ന് നബിമാരെല്ലാവരും പറഞ്ഞു കൊടുത്തു. അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളുടെ പരമ്പരയെ അവസാനിപ്പിച്ചുകൊണ്ട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് ഇനി ഖിയാമത്ത് നാൾ വരെ, ഈ ലോകത്തിന്റെ അവസാനം വരെ ആര് എവിടെ എപ്പോൾ എങ്ങനെ വരുന്നോ മുഴുവൻ മനുഷ്യർക്കും അവരേതെല്ലാം മേഖലകളിൽ ബന്ധപ്പെടുന്നവരാണോ ആ മുഴുവൻ മേഖലകളിലും എന്താണ് നേരായ വഴി, അതിലെങ്ങനെയാണ് പൊരുത്തമായ രീതിയിൽ അവർ ആ മാർഗത്തിൽ പ്രവർത്തിക്കുക, അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ സാധിക്കുക എന്ന് വ്യക്തമായ നിർദ്ദേശങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി നൽകി. ആ പരിശുദ്ധമായ വഹയിന്റെ സമാഹാരമാണ് 23 വർഷക്കാലം കൊണ്ട്, 1-2 ദിവസം കൊണ്ടല്ല തീർന്നത്. മുൻകാല നബിമാർക്ക് കൊടുത്തതുമാതിരി ഒരു കിതാബ് ഒന്നായിട്ട് എഴുതി കൊടുക്കുകയല്ല ചെയ്തത്, ഒരേട് മുഴുവനായിട്ട് കൊടുക്കുകയല്ല ചെയ്തത്. 23 വർഷക്കാലം കൊണ്ട്
അല്ലാഹു സുബ്ഹാനഹു വ തആല പല സന്ദർഭങ്ങളിലായി പല സ്ഥലങ്ങളിൽ വെച്ച് രാത്രിയോ പകലോ രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ പാതിരാവോ സമയമൊന്നും അങ്ങനെ കൃത്യമായി ഇന്ന സമയത്ത് മാത്രമാണെന്ന് പറയാൻ പറ്റാത്ത തരത്തിൽ എല്ലാ സമയങ്ങളിലും എല്ലാ സ്ഥലത്തു വെച്ചും യാത്രയിലും നാട്ടിൽ താമസിക്കുമ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ജോലിയിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും നടക്കുന്ന വഴിയിലുമെല്ലാം എപ്പോഴാണോ അല്ലാഹു തആല അവന്റെ നിർദ്ദേശം നൽകാൻ തീരുമാനിക്കുന്നത് അതാത് സമയങ്ങളിൽ കൃത്യമായി 23 വർഷക്കാലം ഈ 23 വർഷക്കാലം കൊണ്ട് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏകദേശം 25,000 പ്രാവശ്യം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഹി വന്നിട്ടുണ്ട്. 1-2 പ്രാവശ്യം 25,000 പ്രാവശ്യം അല്ലാഹുവിൽ നിന്ന് വഹി വന്നു. ചിലപ്പോൾ ഒരു ആയത്തിന്റെ കഷ്ണമായിരിക്കും, ചിലപ്പോൾ ഒരു ആയത്ത് പൂർണ്ണമായിട്ടായിരിക്കും, ചിലപ്പോൾ പല ആയത്തുകളായിരിക്കും, ചിലപ്പോൾ ഒരു വിഷയത്തെ മാത്രം ബാധിക്കുന്ന ഏതെങ്കിലും കാര്യമായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു നിയമത്തെ കുറിച്ച് മാത്രമായിരിക്കും സംഭവിക്കുക, ചിലപ്പോൾ ഒരു സൂറത്ത് മുഴുവനായിട്ടായിരിക്കും. ഒരിക്കൽ യാത്രയിൽ ഒരു സ്ഥലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനായി ഒരു ഭാഗത്തേക്ക് പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവ് യാത്രയിൽ തങ്ങളുടെ പ്രിയ പത്നിമാരെ ആരെയെങ്കിലും നറുക്കിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്ന പതിവുണ്ടായിരുന്നു. ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പോയത് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയാണ്. ഇന്നത്തെ കാലം പോലെയല്ല, അന്ന് എല്ലാവർക്കും നല്ല നല്ല വസ്ത്രങ്ങളോ നല്ല നല്ല ആഭരണങ്ങളോ ഉപയോഗിക്കാനുള്ള മറ്റ് വസ്തുക്കളോ ഒന്നും സ്വന്തമായ നിലയിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കുകയില്ല. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഒരു യാത്രയല്ലേ, കൂട്ടത്തിൽ പോവുകയല്ലേ എന്ന് വിചാരിച്ച് യാത്രയിൽ ഒരുങ്ങി പോകാൻ വേണ്ടി തന്റെ ഒരു കൂട്ടുകാരിയോട് ഒരു ചെറിയ മാല, സ്വർണത്തിന്റെയും തങ്കത്തിന്റെയും ഒന്നുമല്ല, ഒരു പവിഴത്തിന്റെ മാല കഴുത്തിലിട്ടുകൊണ്ട് പോകാൻ വേണ്ടി അവരുടെ അടുക്കൽ നിന്നും വിരവലായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വരുന്ന വഴിയിൽ രാത്രിയായപ്പോൾ ഒരു സ്ഥലത്ത് താമസിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങിക്കഴിഞ്ഞു. അവിടെ നിന്നപ്പോൾ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് നോക്കിയപ്പോൾ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മാല കാണുന്നില്ല. അവരിതിനിടയിൽ എവിടെയോ മലമൂത്ര വിസർജനത്തിന് പോയി വന്നപ്പോൾ കാണുന്നില്ല ഈ മാല, എവിടെയോ പൊട്ടി വീണുപോയതായിട്ട്. അവിടെ ഇത് തേടി കുറെ സമയം കഴിഞ്ഞുകൂടി. റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങി. തേടാൻ വേണ്ടി നോക്കാൻ ആളെ വിട്ടു. ആള് പോയ വഴിയിലെല്ലാം അന്വേഷിച്ചു, ആര് നോക്കിയിട്ടും കിട്ടിയില്ല. നമ്മുടെ സഹോദരിമാർ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇന്ന് ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളുടെയും വാതിലുകൾ വിശാലമായി തുറക്കപ്പെട്ട കാലമാണ്. സാധിക്കാത്ത കാര്യങ്ങൾ പോലും നേടിയെടുക്കാൻ സഹോദരിമാർ വാശി പിടിക്കുന്ന കാലമാണിന്ന്. അവരും പഠിക്കണം ഈ മഹതികളായ ഇവരുടെ ജീവിതം, അവരെങ്ങനെയാണ് പെരുമാറിയതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവരുമായിട്ടുള്ള ജീവിതം എങ്ങനെയായിരുന്നുവെന്നും എല്ലാം പഠിക്കണം നമ്മൾ. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് നബി തങ്ങൾ കിടന്നുറങ്ങുന്നു. ആളുകൾ താമസിച്ചു. വുളൂ ചെയ്യണം, നമസ്കാരത്തിന് സമയമായി. നമസ്കാരത്തിന് സമയമായപ്പോൾ എല്ലാവരും പരിശോധിച്ചു. യാത്ര മടങ്ങുകയാണ്, അവരുടെ കൈവശം വെള്ളമില്ല. അന്നത്തെ യാത്രയിൽ ഉപയോഗിക്കാനുള്ള ആഹാര സാധനങ്ങളും വെള്ളവുമെല്ലാം കൂട്ടത്തിൽ കൊണ്ടുപോകും. എവിടെയെങ്കിലും വഴിയിൽ വെള്ളം കിട്ടിയാൽ ആ പാത്രത്തിൽ നിറയ്ക്കും, കിട്ടിയില്ലെങ്കിൽ ഈ കൊണ്ടുപോയ വെള്ളം കുറേശ്ശെ ഉപയോഗിച്ച് കുടിക്കാനും അവരുടെ മറ്റ് ഇതര ആവശ്യങ്ങൾക്ക് വേണ്ടിയെല്ലാം ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ വന്നിങ്ങനെ നിന്നപ്പോൾ വെള്ളമില്ലാതെയായി. എല്ലാവരുടെ കയ്യിൽ നിന്നും വെള്ളം തീർന്നു. കുടിക്കാനും വെള്ളമില്ല, വുളൂ ചെയ്യാനും വെള്ളമില്ല. എന്താ ചെയ്യേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറയാമെന്ന് വിചാരിച്ചപ്പോൾ നബി തങ്ങൾ ഉറക്കത്തിലാണ്. കാര്യം അന്വേഷിച്ചപ്പോൾ താമസം നേരിട്ടത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാല കളഞ്ഞു പോയത് കൊണ്ട് അത് തേടിയാണ് സമയം നഷ്ടപ്പെട്ടു പോയത്. എല്ലാവർക്കും ആയിഷ റളിയല്ലാഹു അൻഹയോട് പരിഭവം.
ഇവരെന്ത് പണിയാ ചെയ്തത്? ഒരു മാലയും വാങ്ങിച്ചുകൊണ്ട് വന്ന് സൂക്ഷിക്കാതെ അതിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞ് എല്ലാവരെയും തടഞ്ഞു നിർത്തിയിരിക്കുകയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബാക്കളെയും ഒക്കെ ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. വലൈസ മഅഹും മാഉൻ വലൈസു അലാ മാഇൻ. സഹാബാക്കളുടെ വചനമാണ്. സഹാബാക്കൾ പറഞ്ഞു, ആയിഷ ഇങ്ങനത്തെ പണി ചെയ്തല്ലോ. വലൈസ മഅഹും മാഉൻ, ആരുടെയും കയ്യിൽ വെള്ളമില്ല. വലൈസു അലാ മാഇൻ, അവരെ പരിസരത്ത് വെള്ളം കിട്ടുന്ന ഒരു സ്ഥലത്തുമല്ല. നമസ്കരിക്കണ്ടേ, മനുഷ്യന്റെ മറ്റാവശ്യങ്ങൾ നടത്തണ്ടേ, എല്ലാവർക്കും ഉണ്ടാകുന്ന പരിഭവം നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. ഇങ്ങനത്തെ ഏതെങ്കിലും സംഭവം നമുക്കുണ്ടാവുകയാണെങ്കിൽ നമ്മളുടെയൊക്കെ മാനസികമായ അവസ്ഥ എന്തായിരിക്കുമെന്ന് സഹാബാക്കൾക്ക് ആ അവസ്ഥ വന്നു. അവർ ഗത്യന്തരമില്ലാതെ പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറഞ്ഞു, നിങ്ങളുടെ മകൾ ചെയ്ത പണി കണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബാക്കളെയും എല്ലാം ഈ സ്ഥലത്ത് തടഞ്ഞു വെച്ചു. എത്ര സമയമായി? നമസ്കാരത്തിന് സമയമായി. വുളൂ ചെയ്യാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ആരുടെയും കൈവശം വെള്ളമില്ല, ആരും വെള്ളം പരിസരത്ത് കിട്ടാൻ പറ്റുന്ന സാഹചര്യമുള്ള സ്ഥലവുമല്ല. ഇങ്ങനത്തെ സ്ഥലത്ത് തടഞ്ഞു നിർത്തി മകള് ചെയ്ത ദ്രോഹം എത്ര കടുപ്പമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചെന്ന് പരാതി പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ മകളുടെ അടുത്തേക്ക് വന്നു. മകളുടെ അടുത്ത് വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വാപ്പ എന്നെ വന്ന് എന്തെല്ലാം മോശമായ ചീത്ത വാക്കുകൾ എന്നെ പറഞ്ഞു. ആക്ഷേപം. ചീത്ത വാക്കെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറയുന്നത് മാതിരി വെറുതെ കേൾക്കാൻ കൊള്ളാത്ത ചീത്ത വാക്കുകൾ പണ്ടൊന്നുമല്ല പറഞ്ഞത്. ആക്ഷേപിച്ചു, മകളെ കുറ്റപ്പെടുത്തി. നീ എന്ത് പണിയാ ചെയ്തത്? ആളുകൾ മുഴുവൻ തടഞ്ഞു വെച്ചില്ലേ? അവർക്ക് വെള്ളമില്ല, വെള്ളത്തിന് സൗകര്യമില്ല, ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് പറഞ്ഞ്. എന്നിട്ട് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, വാപ്പ എന്നെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും എന്നെ ശകാരിക്കുകയും ചെയ്തത് മാത്രമല്ല, എന്നെ കുത്തി, എന്റെ എളിയിൽ കുത്തി, രണ്ട് സൈഡിലും ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞു. വാപ്പ മക്കളെ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നത്. ഇന്നാണെങ്കിൽ പിന്നെ വാപ്പ അകത്താവും. അപ്പൊ ഉടനെ തന്നെ ഒരു ഫോൺ ചെയ്താൽ മതിയല്ലേ, വാപ്പായ അപ്പഴേ അകത്താക്കാൻ പറ്റും. മക്കള് പഠിച്ചു പോകുന്ന മക്കള് ഹാഫിളത്തുകളായ ആലിമത്തുകളായ മക്കൾ പോലും ചിലപ്പോൾ വാപ്പാക്കെതിരെ തിരിയും. അങ്ങനത്തെ കാലമായി ഇപ്പം. പഠിച്ചു ഹാഫിളത്തായി, ആലിമത്തായി, ഫാദിലത്തായി എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ മക്കളെയും വാപ്പാമാരും ഉമ്മാമാരും സൂക്ഷിച്ചോളണം. അവരും ചിലപ്പം വാപ്പാമാരോട് ഉമ്മാമാരോട് ഈ നിലയ്ക്കായിരിക്കും പെരുമാറുന്നത്. സ്വഭാവം, പിതാവ് ആരാണ്, മാതാവ് ആരാണ്, അവരുടെ സ്ഥാനം എന്താണ്, അവരെ എങ്ങനെ ബഹുമാനിക്കണം, സഹോദരി സഹോദരന്മാർ ആരാണ്, അവരോട് എങ്ങനെ പെരുമാറണം, ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം പഠിക്കണം. വെറുതെ ഖുർആൻ ഷരീഫ് മനഃപ്പാഠമാക്കി എന്നതിന്റെ പേരിൽ വലിയ മഹത്വം അവർക്ക് കൽപ്പിക്കപ്പെടുന്നു. ശരിയാണ്, ഉള്ളതാണ്. പക്ഷെ ഉള്ളതിനോട് കൂടി തന്നെ ഈ ഖുർആൻ മഹത്വമുള്ളതാകണമെങ്കിൽ ആ ഖുർആൻ ജീവിതത്തിൽ ഉണ്ടാകണം. ഖുർആൻ ഖുർആനിന്റെ വചനങ്ങൾ മാത്രം മനനം ചെയ്തിട്ട് അതുകൊണ്ട് മാത്രം പുണ്യം നേടാമെന്ന് വിചാരിച്ചാൽ ജീവിതം അതിനോട് യോജിച്ച നിലയിൽ ആയില്ലെങ്കിൽ ആ പുണ്യമെല്ലാം ചിലപ്പോൾ നമുക്ക് ആഖിറത്തിൽ നേടാൻ സാധിക്കാതെ വന്നു പോകും. പുണ്യം നേടുക എന്ന് പറയുന്നത് അതനുസരിച്ചുള്ള പ്രയോജനം ഉണ്ടാകുമ്പോഴാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു പരമായ ഖുർആൻ ഷരീഫ് വളരെ മഹത്വമുള്ളതാണ്. പക്ഷെ മഹത്വമുള്ളതാണെങ്കിലും ആ ഖുർആൻ ഷരീഫ് പഠിച്ചിട്ട് ജീവിതത്തിൽ അത് പകർന്നു വരാതിരുന്നാൽ അതുകൊണ്ട് പുണ്യമില്ല. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വിശദമായ നിലയിൽ ചില ആളുകളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറയുന്നു, ഖുർആൻ ഷരീഫ് പഠിച്ചു, മനസ്സിലാക്കി, മനഃപ്പാഠമാക്കി, എന്നിട്ട് നമസ്കരിക്കാതെ അതിനെ ഓതാതെ കിടന്ന് ഉറങ്ങിക്കളയുന്നു. ഇങ്ങനത്തെ ആളുകൾക്കുണ്ടാകുന്ന ശിക്ഷ അവരുടെ തല കല്ലുകൊണ്ടൊരു മലക്ക് എറിഞ്ഞു പൊട്ടിക്കുകയാണ്. എറിഞ്ഞു പൊട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. തല പൊട്ടിച്ചെതറി പോകും. കല്ലുകൊണ്ട് എറിയുമ്പോൾ കല്ല് ഉരുണ്ടു പോകും. ആ മലക്ക് പോയി കല്ല് എടുത്ത് തിരിച്ചു വരുമ്പോൾ വീണ്ടും തല പഴയ രൂപത്തിലാവുകയും വീണ്ടും എറിഞ്ഞിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പഠിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കളഞ്ഞ ആളാണ് എന്ന് തങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കും. പരിശുദ്ധമായ ഖുർആനിന്റെ ജീവിതം നമ്മിൽ ഇല്ലാതെയായി പോയി, അതുകൊണ്ട് ഗുണമില്ല. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ വാപ്പ എന്നെ വന്ന് രണ്ട് സൈഡിലും, എളിയുടെ രണ്ട് സൈഡിലും എന്നെ കുത്തി. നീ ഇങ്ങനെ ചെയ്തല്ലോ, നീ എന്തിനാ ഇങ്ങനെ മനുഷ്യനെ ഉപദ്രവിക്കുന്നത്? ആളുകളെല്ലാം ഇങ്ങനെ ആയില്ലേ, നിന്റെ ഒരു മാലയെ കളഞ്ഞു പോയെങ്കിൽ പോട്ടെ എന്ന് വെക്കണ്ടേ, എന്തിനാ വാങ്ങിച്ചുകൊണ്ട് വന്നത്? ഒരു വാപ്പ എന്തെല്ലാം ആ സന്ദർഭത്തിൽ പറയുമോ ആ നിലയിൽ പറഞ്ഞ് എന്നെ കുത്തി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, എനിക്ക് സഹിക്കുന്നില്ല, ഞാൻ വേദന കൊണ്ട് പിടയുന്നു. അതുപോലെ എനിക്ക് എന്റെ എളിയിൽ കുത്തിയതിന്റെ പേരിൽ അനങ്ങാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ മടിയിൽ തലവെച്ച് കിടക്കുന്നത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഞാൻ എങ്ങാനും അനങ്ങിയാൽ തങ്ങളുടെ ഉറക്കത്തിന് ഭംഗം വരും.
ഉറക്കത്തിന് കോട്ടം വരും, തങ്ങൾ ഉറക്കത്തിൽ നിന്നും ഉണർന്നു പോകും. അതുകൊണ്ട് തങ്ങളെ ഉറക്കത്തിൽ നിന്നും ഉണർത്തരുത് എന്നുള്ള ഭാഗത്തിൽ ഞാൻ അതെല്ലാം സഹിച്ച് ശരീരം അനക്കാതെ ഞാൻ ഇരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ശബ്ദവും ബഹളവും കോലാഹലവും എല്ലാം കേട്ട് ഉണർന്നപ്പോൾ നബി തങ്ങളോട് വന്ന് പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും എല്ലാം അള്ളാഹുവിന്റെ തിരുദൂതരെ എല്ലാവരും ഇവിടെ തടയപ്പെട്ടു പോയി. ആർക്കും ഇവിടുന്ന് പോകാൻ നിവൃത്തിയില്ലാതെയായി തങ്ങൾ വരാത്തത് കൊണ്ട്. പക്ഷെ നമസ്കാരത്തിന് സമയമായി, വുളു ചെയ്യാൻ നിവൃത്തിയില്ല, ആരുടെ കയ്യിലും വെള്ളമില്ല. വെള്ളമുള്ള സ്ഥലത്തുമല്ല, എവിടെയും അന്വേഷിച്ച് വെള്ളം തേടാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്ത് ചെയ്യും? ഞങ്ങളിനി എന്ത് ചെയ്യും? എങ്ങനെ നമസ്കരിക്കും? അല്ലാഹു അക്ബർ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് എഴുന്നേറ്റിരുന്നു. സഹാബാക്കൾ ഇങ്ങനെ വന്നുകൂടി ഈ കാര്യങ്ങൾ പറയുന്നു. ആ സന്ദർഭത്തിൽ വരുന്നു മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് തയമ്മുമിന്റെ إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين وإن كنتم جنبا فطهروا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء ولم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم منه. الله عند ഭാഗത്ത് നിന്നുമായി യാത്രയിൽ നിന്ന് മടങ്ങി വരുന്ന അവസ്ഥ, ജിഹാദിന്റെ യാത്രയിൽ നിന്ന് മാല കളഞ്ഞുപോയതിന്റെ പേരിൽ തടയപ്പെട്ട് എല്ലാവരും കൂടെ അവിടെ മാല അന്വേഷിച്ച് കഴിഞ്ഞുകൂടുന്നു. നമസ്കാരത്തിന്റെ സമയമാകുന്നു, വെള്ളമില്ലാതെയായി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നും വഹി വരുന്നു. തയമ്മം അനുവദിച്ചുകൊണ്ട് വെള്ളമില്ലാത്ത സന്ദർഭത്തിൽ ശുദ്ധിയാക്കണമെങ്കിൽ വുളൂഇനോ കുളിക്കാനോ മണ്ണുപയോഗിച്ച് നിങ്ങൾക്ക് തയമ്മം ചെയ്യാം. ശുദ്ധിയായ മണ്ണുകൊണ്ട് നിങ്ങൾ ശുദ്ധി വരുത്തിയാൽ മതി. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് നിയമം. ഹദീസിൽ വരുന്നു, ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു അൻസാരികളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സഹാബി കുടുംബത്തിലെ അദ്ദേഹം വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും മകൾ ആയിഷ സിദ്ദീഖയോടും പറയുന്നു, മാ ഹിയ ബി അവ്വലി ബറകതികും യാ ആല അബീബക്കർ. അബൂബക്കറിന്റെ കുടുംബമേ, അബൂബക്കറിന്റെ മക്കളെ റളിയല്ലാഹു അൻഹു, നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ ഉപകാരമൊന്നുമല്ല ഇത്. ഇതിനേക്കാൾ പല ഉപകാരങ്ങളും ഞങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേരിൽ. ഇന്നിതാ ഏറ്റവും വലിയ ഉപകാരം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു നിങ്ങളുടെ പേരിൽ എന്ന് ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞ് സന്തോഷം പ്രകടിപ്പിക്കുന്നു. എല്ലാവരും പരിഭവത്തിൽ വിഷമത്തിൽ നിന്നതാണ്. പക്ഷെ എല്ലാവരുടെയും വിഷമം അങ്ങ് മാറി സന്തോഷം. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ അവതരണം ഈ നിലയിലാണ്. 23 വർഷക്കാലം കൊണ്ട് ഏകദേശം 25,000 പ്രാവശ്യം തങ്ങൾക്ക് വഹി വന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല വഹി നൽകിയത് ഇങ്ങനെ സന്ദർഭോചിതമായ നിലയിൽ ആളുകൾക്ക് സന്തോഷമുണ്ടാകാൻ വേണ്ടി. സന്തോഷത്തിന്റെ വഹിയാണിത്. ജനങ്ങളെ മുഴുവൻ അല്ലാഹുവിലേക്ക് നയിക്കുന്ന, അല്ലാഹുവിലേക്ക് ഉയർന്ന വഹിയാണ്, ഏറ്റവും ഉയർന്ന വഹിയാണ് പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ വഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയത് അതാണ് പരിശുദ്ധമായ ഖുർആൻ ശരീഫ്. എന്തിനാ അല്ലാഹു തആല ഈ നിലയിൽ നൽകിയത്? മനുഷ്യന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ദീനിന്റെ നിയമങ്ങളെ അന്വേഷിക്കുമ്പോൾ, ദീനിന്റെ നിയമങ്ങളെ കുറിച്ച് വിമർശകർ വിമർശിക്കുമ്പോൾ, അവിടെ മറുപടി പറയാൻ നിവൃത്തിയില്ലാതെയാകുമ്പോൾ, ഏതെങ്കിലും ദീനിന്റെ നിയമങ്ങളെ കുറിച്ച് മറ്റുള്ളവർ എന്തെങ്കിലും ആക്ഷേപങ്ങൾ പറയുമ്പോൾ അതിന്റെ കാര്യങ്ങളെ വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, മക്കക്കാരായ മുശ്രിക്കീങ്ങൾ, മദീനയിൽ ഉണ്ടായിരുന്ന ജൂതന്മാർ, നസാറാക്കൾ, ഇവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു. തങ്ങളോടെ കുറിച്ച്, തങ്ങളുടെ വഹയിനെ കുറിച്ച്, പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് അവർ പറഞ്ഞ ഒരു ആക്ഷേപമാണ്. മുൻകാലത്തൊന്നും ഇങ്ങനത്തെ വഹയി ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല കുരിശിനായി വിളിച്ച് തൗറാത്ത് കൊടുത്തു. ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല മനസ്സിൽ ഇട്ടുകൊടുത്ത ഇഞ്ചീലെ കിതാബായി എഴുതി വെക്കാൻ കൊടുത്തു. ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല സബൂർ നൽകി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്, ശീഫ് നബി അലൈഹിസ്സലാമിന്, ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്, നൂഹ് നബി അലൈഹിസ്സലാമിന്, ഇങ്ങനത്തെ നബിമാർക്കെല്ലാം അല്ലാഹു തആല സഹീഫകൾ, ഏടുകൾ കൊടുത്തു. ഇതൊക്കെയാണല്ലോ ഞങ്ങൾക്ക് മുൻകാല പരിചയം. അങ്ങനെ എന്താണ് ഈ ഖുർആൻ എന്ന് പറയുന്ന പരിശുദ്ധമായ കിതാബ് എന്ന് പറയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹി ഒരു കിതാബിന്റെ രൂപത്തിൽ കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കാണാമായിരുന്നല്ലോ.
അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടേക്ക് വന്ന് മക്കക്കാരായ ഖുറൈശികൾ പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാൻ തങ്ങളൊരു പണി ചെയ്യണം, ആകാശത്തിൽ കയറി പോകണം, ഞങ്ങൾ കാണാൻ, ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ആകാശത്തിലേക്ക് കയറണം, ആകാശത്തിലേക്ക് കയറിയിട്ട് അവിടെ നിന്നും ഒരു കിതാബ് തങ്ങൾ ഇറക്കി കൊണ്ടുവന്നെടുത്ത് ഞങ്ങളുടെ മുമ്പിൽ കാണാൻ പാകത്തിന് ഞങ്ങൾക്ക് വായിക്കാൻ കിതാബ് കൊണ്ടുവന്ന് തരണം, ആകാശത്തിൽ പോയി എടുത്ത്. മക്കക്കാരുടെ വാദമാണ്. എന്നാ ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പോയി പണി നോക്കും. ഇതെന്റെ ജോലിയല്ല. അള്ളാഹു എനിക്ക് വഹി തരുന്നത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. എനിക്ക് തോന്നുന്നത് പോലെ അവിടെ നിന്നും ഇവിടെ നിന്നും എടുക്കാനും ആകാശത്തേക്ക് കയറാനും, എവിടെ നിന്ന് ഏണി വെക്കാനും ആകാശത്തിലേക്ക് കയറാൻ ആരാണ് ഇതുവരെ ഈ ഏണി വെച്ച് ആകാശത്തേക്ക് കയറി പരിചയമുള്ളത്? അത് ചെയ്യാൻ എന്നോട് നിങ്ങൾ പറയാം. തങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുത്തു, തങ്ങൾ മിണ്ടാതിരി, അവരെടുത്ത് പോയി പണി നോക്കാൻ പറ. സുബ്ഹാന റബ്ബി, അല്ലാഹു പരിശുദ്ധനാണ്, അവൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അല്ലാഹു നടത്തിക്കൊണ്ടിരിക്കും. സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല, ഞാൻ മനുഷ്യനല്ലേ, നിങ്ങളുടെ കൂട്ടത്തിലല്ലേ ഇത്രയും കാലവും ജീവിച്ചത്? 40 വർഷം നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചപ്പോ ഞാൻ സത്യസന്ധനായിരുന്നല്ലോ, എന്റെ സ്വഭാവത്തിന് കുഴപ്പമില്ലായിരുന്നല്ലോ. അത് കഴിഞ്ഞ് നുബുവത്ത് കിട്ടിയപ്പോഴല്ലേ നിങ്ങൾ എന്നെ ആക്ഷേപിക്കാൻ തുടങ്ങിയത്? നുബുവത്തിൽ ഞാൻ എന്തെങ്കിലും കോട്ടം വരുത്തിയോ? എന്തെങ്കിലും നിങ്ങൾക്ക് മുൻകാലത്തേക്കാൾ കൂടുതലായിട്ട് എന്നിൽ നിന്നും എന്തെങ്കിലും അനുഭവിക്കേണ്ടി വന്നോ? ഞാൻ മനുഷ്യനല്ലേ. ആ മനുഷ്യനായി എനിക്ക് അല്ലാഹു തആല ദൗത്യം തന്ന, റിസാലത്ത് തന്ന, നുബുവത്ത് തന്ന് നിങ്ങളെ നേർവഴിയിലേക്ക് ആക്കാൻ വേണ്ടി, ഹിദായത്തിന്റെ മാർഗം കാണിച്ചു തരാൻ വേണ്ടി എന്നെ അല്ലാഹു തആല നിയോഗിച്ചതല്ലേ. അതിന് ആകാശത്തേക്ക് കയറി കിതാബ് കൊണ്ടുവരാനാണോ പറയുന്നത്? സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല എന്ന് മാത്രം മറുപടി പറഞ്ഞേക്കാൻ പറഞ്ഞു മക്കക്കാരോട്. അപ്പൊ അങ്ങനെ ചോദിച്ചു. ഇതാണ് അന്നത്തെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുന്ന ആളുകൾ പറഞ്ഞത്. അവർ പറഞ്ഞു, എന്നാ പിന്നെ ഒരു കിതാബ് ഒന്നായിട്ട് കൊണ്ടുപോകാം, ഖുർആൻ ഒന്നായിട്ട് ഇങ്ങനെ ഇറക്കി തന്നൂടായിരുന്നു ഒരു കിതാബായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അത് പല കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു പുസ്തകം ഇറക്കി തന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ വിമർശിക്കലായിരിക്കും നിങ്ങളുടെ ജോലി. നിങ്ങൾ എപ്പോ വിമർശിക്കുന്നോ നിങ്ങളുടെ വായടപ്പൻ മറുപടി ആകാശത്തിൽ നിന്ന് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് കിതാബ് കൊണ്ടുവന്ന് വെച്ച് വായിച്ച് ഓരോന്ന് വിമർശിക്കാനല്ലേ? ഇല്ല, ദീനിന്റെ നിയമങ്ങൾ ഓരോന്നും ഞാൻ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് വിമർശനം പറയും. പറഞ്ഞു തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ വായടപ്പിച്ച് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഹീന്റെ മറുപടി വരും. അതിനാണ് ഖുർആൻ ശരീഫിനെ ഇങ്ങനെ 23 വർഷക്കാലം കൊണ്ട് ഇറക്കിയത്. എന്നിട്ട് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തീർന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പറയേണ്ട എല്ലാ പ്രധാനപ്പെട്ട നിയമങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ദീൻ പൂർണ്ണമായി. ഇനി ഇതിലേക്കൊന്നും ആരും ചേർക്കണ്ട, ഒരിക്കലും ചേർക്കണ്ട. ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ പരിശുദ്ധമായ ഖുർആനിലുണ്ട്. പരിശുദ്ധമായ ഖുർആനിലുണ്ട്. എവിടെയും പോകേണ്ട ആവശ്യം നമുക്കില്ല. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് മുൻഗാമികളായ സമുദായത്തിനുണ്ടായതുപോലെ മാർഗഭ്രംശം സംഭവിക്കുകയില്ല. അവർക്ക് നേർവഴി കാണാൻ അവരുടെ പുസ്തകങ്ങളിൽ, അവരുടെ കിതാബുകളിൽ, വേദങ്ങളിൽ മാർഗമില്ലെങ്കിലും നമുക്ക് അങ്ങനെ ഒരിക്കലും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മൂസാ നബി അലൈഹിസ്സലാമിന്റെ തൗറാത്തിന്റെ ഒരു കോപ്പി കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് നിവർത്തി വായിച്ചു. തങ്ങളെ അതിന്റെ തൗറാത്ത് തേടി പോകുന്നു. അതിൽ എന്ത് നിയമം കാണാനാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വിവർണമായി കൊണ്ടിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബിനെ തട്ടിയിട്ട് പറഞ്ഞു, മാ ബി വജ്ഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ, തങ്ങളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കേ. നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ തങ്ങളുടെ മുഖത്തിന്റെ ഭാവം മാറുന്നത്, നിറം മാറുന്നത്, തങ്ങളുടെ മുഖത്തിന് വ്യത്യാസം വരുന്നത് നീ കാണുന്നില്ലോ ഉമറെ, ഒന്ന് നോക്ക്. ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് തൗറാത്തിൽ നിന്ന് തല ഉയർത്തി നോക്കിയപ്പോ നബി തങ്ങളുടെ മുഖം ഇങ്ങനെ വിവർണമായിരിക്കുന്നു. ദേശത്തിന്റെ അടയാളം, തങ്ങളുടെ മുഖത്തിന് ഭാവം മാറിയിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു നിർത്തി. എന്നിട്ട് പറഞ്ഞു, കാലുമടക്കി ഇരുന്നു അത്തഹിയ്യാത്ത് ഇരിക്കുന്നത് പോലെ,
പറഞ്ഞു, അഊദു ബില്ലാഹി മിൻ ഗളബില്ലാഹി വ ഗളബി റസൂലി റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. വേണ്ട, വേറെ ഒന്നും വേണ്ട. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതി അല്ലാഹുവിന്റെ ദൗത്യം എത്തിച്ചു തരാൻ. ആ റിസാലത്ത് മതി, എനിക്ക് തൃപ്തിയാണ്. ഇസ്ലാം മതി ദീനായിട്ട്, അതെനിക്ക് തൃപ്തിയാണ്. അല്ലാഹുവിന്റെ റബ്ബായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടു. അല്ലാഹുവിന്റെയും റസൂലിന്റെയും കോപം എന്റെ മേൽ ഉണ്ടാകാതിരിക്കട്ടെ, ഞാൻ കാവൽ തേടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കിയിട്ട് ചോദിച്ചു, അമുതഹഫിഖൂന അൻതും കമാ തഹഫഖത്തിൽ യഹൂദു വന്നസാറ? ജൂത നസാറാക്കൾ അവരുടെ മതത്തിന്റെ നിയമങ്ങളെ വിശ്വസിക്കാൻ തയ്യാറാകാതെ തെറ്റിദ്ധരിപ്പിച്ച് മാറ്റിമറിച്ച് ആളുകൾക്കിടയിൽ അവരുടെ വേദങ്ങളെ വികലമാക്കി ചിത്രീകരിച്ച് പലതും പറഞ്ഞുകൊടുത്ത് അവരിന്ന് അവരുടെ നേരായ മാർഗം എന്താണെന്ന് അറിയാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് പോലെ, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ച് നടക്കുന്നത് പോലെ നിങ്ങളും പരിഭ്രമിക്കുകയാണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ? അവരെ പോലെ നിങ്ങളും പരിഭ്രമിച്ച് നടക്കുകയാണോ? എന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വഹ്യ് നിങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം അതിലുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് ശരിയായ നിലയിൽ നിങ്ങളെ പഠിപ്പിച്ചു തരാനും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഞാനുണ്ട്. ഞാൻ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കിയാൽ മതി. നിങ്ങൾ എന്തിനെ പരിഭ്രമിക്കുന്നു? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗകാന മൂസ ഹയ്യൻ മാ വസിഅഹു ഇല്ല തിബാഇ. നിങ്ങൾ തൗറാത്തല്ലേ കൊണ്ടുവന്ന് ഇപ്പൊ വായിച്ചു നോക്കുന്നത്, സാക്ഷാൽ തൗറാത്ത് അവതരിപ്പിക്കപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഇപ്പൊ വരികയാണെങ്കിലും എന്നെ പിൻപറ്റി എന്റെ ഉമ്മത്തിയായി ജീവിക്കലല്ലാതെ അദ്ദേഹത്തിന് സാധ്യമാവുകയില്ല. ഒരു നബി പോലും എന്റെ നുബുവത്തിന് ശേഷം വന്നാൽ എന്റെ നുബുവത്തിനെ അംഗീകരിക്കുന്ന ആളായിക്കൊള്ളണം, അല്ലാതെ വേറെ ഒന്നിനും ആർക്കും ഒരു നുബുവത്തിന് പോലും പിന്നെ സാധ്യതയില്ല. ആ നുബുവത്തിന് പോലും പിന്നെ അതിന്റെ വാല്യൂ ഇല്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതാണ് പരിശുദ്ധമായ ഖുർആൻ. ഈ പരിശുദ്ധമായ ഖുർആൻ ശരീഫുള്ള കാലത്തോളം ഖിയാമത്ത് നാൾ വരെ ഇനി ഒരു നിയമത്തിന്റെയും ഒരു വകുപ്പിന്റെയും ആവശ്യമില്ല. അങ്ങനത്തെ പരിശുദ്ധമായ ഖുർആനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്നത് ഈ ഖുർആനിനെയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഇതാണ് നമ്മളുടെ വേദം. ഇതിനെ നമ്മൾ ഏറ്റെടുക്കണം. ഏറ്റെടുക്കുന്നത് എങ്ങനെയാ? വെറുതെ പഠിച്ചാൽ പോരാ, മനനം ചെയ്താൽ പോരാ, അതിന്റെ ആശയങ്ങൾ പഠിച്ചാൽ പോരാ, അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പോരാ, അതിലുള്ള കാര്യങ്ങൾ അനുസരിച്ച് ജീവിതത്തിൽ പകർത്തി പ്രവർത്തിച്ചാൽ പോരാ. അതുകൊണ്ടും തീരുന്നില്ല നമ്മളുടെ ബാധ്യത. നമ്മളുടെ ബാധ്യത പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പഠിക്കണം, പാരായണം ചെയ്യണം, അതിന്റെ ആശയങ്ങൾ പഠിക്കണം, അതിൽ അടങ്ങിയിരിക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകളും മനസ്സിലാക്കണം. എന്നിട്ട് അത് മുഴുവൻ നമ്മളുടെ ജീവിതത്തിൽ പകർത്തി നമ്മൾ ജീവിക്കണം. നമ്മളുടെ ജീവിതം ഖുർആനായിട്ട് മാറണം. അതിനുശേഷം ഈ ഖുർആനിനെ നമ്മളുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, നാടുകളിൽ, ലോകം മുഴുവനും ഈ ഖുർആനിന്റെ സന്ദേശം നമ്മൾ എത്തിക്കണം. ലോകം മുഴുവനും ഈ ഖുർആനിലേക്ക് വന്നെത്തുന്നതിന് വേണ്ടി മുഴുവൻ ആളുകളോടും നമ്മൾ ഈ ഖുർആനിന്റെ സന്ദേശങ്ങൾ കൈമാറണം. അവർക്ക് എല്ലാവർക്കും ഇത് പ്രചരിപ്പിക്കണം, എല്ലാവർക്കും ഇത് അറിയിക്കണം. വീടുകളിൽ തന്നെ എല്ലാവർക്കും പ്രചരിപ്പിക്കണം. കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഇത് പഠിപ്പിക്കണം, മനസ്സിലാക്കി കൊടുക്കണം. അവരുടെ ജീവിതം ഖുർആനിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇങ്ങനെ ലോകം മുഴുവൻ ഖുർആനിലേക്ക് തിരിച്ചു വരാൻ, ഖുർആനിനെ കുറിച്ച് അവർ മനസ്സിലാക്കി പഠിക്കാൻ, പരിശുദ്ധമായ ദീൻ എത്ര പവിത്രമാണെന്നും ഖുർആനിന്റെ നിയമങ്ങൾ എത്ര സുരക്ഷിതമാണെന്നും നമുക്ക് എത്ര സുരക്ഷിതത്വം നൽകുന്ന, നമ്മളെ ഏതെല്ലാം നിലയിൽ സംരക്ഷിക്കുന്നതാണ് ഈ നിയമങ്ങളെന്നും ലോകത്തിന് മനസ്സിലാകണം. ഇന്ന് പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ നമുക്ക് പോലും അറിഞ്ഞുകൂടാ. നമുക്കും സംശയമാണ് ഖുർആനിന്റെ നിയമങ്ങൾ കേൾക്കുമ്പോൾ. കാരണം ഇത് കാലോചിതമാണോ? ഇതിപ്പോ പറ്റുമോ? ഇത് നമുക്ക് സുരക്ഷിതമായ നിയമമാണോ? ആളുകൾ ഇതിനെക്കുറിച്ച് പലതും പറയുന്നില്ലേ, പലതും കുറ്റപ്പെടുത്തുന്നില്ലേ, ആക്ഷേപിക്കുന്നില്ലേ? അതുകൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നാലോ, ഇതിൽ തിരുത്തൽ മറിച്ചാലോ, ഇതിനെ പരിഷ്കരിച്ചാലോ, ഇതൊക്കെ നമ്മളുടെ മനസ്സിൽ തോന്നുന്ന ഓരോരോ ചിന്തകളാണ്. പക്ഷെ ഒരിക്കലും സാധ്യതയുമില്ല. പരിശുദ്ധമായ ബിന്ത് മുജീബുർ റഹ്മാൻ മൗലവി, മറിയം ബിന്ത് സവാദ് മൗലവി, നൂറ ഫാത്തിമ ബിന്ത് നജ്മുദ്ദീൻ റഷാദി, ഫർഹാന ഫാത്തിമ ബിന്ത് അബ്ദുർ റഷീദ്, ജുമാന ബിന്ത് സലീം ചുള്ളാളം, ഫാത്തിമ റുഷദ ബിന്ത് നസീം റഷാദി. എല്ലാവരും ആദ്യമായിട്ട്
റാഷിദ ബിന്ദു മുഹമ്മദ് റാഫി ഉസ്താദ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അഹമ്മദ് മൗലവി അവരെ ആദരം ക്ഷണിക്കും. ആയിഷ ബിന്ദു അഷ്റഫ് മൗലവിയാണ്. അഷ്റഫ് മൗലവി ഗൾഫിലാണ്. അതിന് പല ഷഹീദ് ഉസ്താദ് അവർ ഇൻഷാല്ലാഹ് ഏറ്റുവാങ്ങും. ഉസ്താദിന്റെ ജ്യേഷ്ഠൻ ഇൻഷാല്ലാഹ് ഏറ്റുവാങ്ങും. അടുത്തതായി ഫാത്തിമ ബിന്ദു നിലാമുദ്ദീൻ മൗലവി. ഫാത്തിമ ബിന്ദു നിലാമുദ്ദീൻ ആലങ്കോട്. ഹുസ്ന ഹാദിയ ബിന്ദു മുജീബുർ റഹ്മാൻ മൗലവി. അടുത്തതായി മറിയം ബിന്ദു സവാദ് മൗലവി വെമ്പായം വേളാവൂർ. ബഹുമാനപ്പെട്ട സവാദ് മൗലവിയുടെ 2 മക്കൾ പഠിച്ചിരുന്നു. അതിൽ മൂത്തപിള്ള ആമിന എന്ന മകൾ അൽഹംദുലില്ലാഹ് ഇവിടെ നിന്ന് 21 ജിസ് പൂർത്തിയാക്കി. അതിനുശേഷം മറ്റൊരു സ്ഥലത്ത് നിന്ന് ബാക്കി ഹിഫ്ള് പൂർത്തീകരിച്ച് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അള്ളാഹുവിലേക്ക് യാത്രയായി. ഇവിടെ പഠിക്കുന്ന സമയത്ത് വളരെ വിഷമകരമായ പല രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നെങ്കിലും അധികമായി ഹിഫ്ള് ശരിയായ നിലയിൽ ആവർത്തിച്ച് ദൗറ പൂർത്തിയാക്കുകയും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഇന്ന് ഹാഫിളത്തിന്റെ പദവി ആദരിച്ചുകൊണ്ട് ഖബറിൽ സന്തോഷത്തോടെ കഴിയുമെന്ന വലിയ പ്രതീക്ഷ നമുക്ക് വെക്കാം. അള്ളാഹു ആ മകളെയും നമ്മെ എല്ലാവരെയും ഇവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി ഫർഹാന ഫാത്തിമ ബിന്ദു അബ്ദുൾ റഷീദ്. നൂറ ഫാത്തിമ നജുമുദ്ദീൻ റഷാദി സാർ. ഫർഹാന ഫാത്തിമ ബിന്ദു അബ്ദുൾ റഷീദ് ആനക്കോട്. ഫർഹാന ഫാത്തിമ ആളുള്ളവരെ ഗൾഫിലാണ്. ജുമാന ബിന്ദു സലീം ചുള്ളാളം. ജുമാന ബിന്ദു സലീം. ഫാത്തിമ റുഷിദ ബിന്ദു നസീം റഷാദി. അല്ലാഹു തആല എല്ലാ നിലയിലും കബൂൽ ചെയ്യുമാറാകട്ടെ. ചുരുങ്ങിയ വാക്കുകൾ സംസാരത്തിന് ശേഷം ഇൻഷാല്ലാഹ് ഫാത്തിഹ ഓതി ദുആ ചെയ്യാം. ഉടനെ ഇൻഷാല്ലാഹ് മജ്ലിസ് പിരിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വനസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ഇൻഷാല്ലാഹ് നമ്മുടെ മജ്ലിസിനെ കബൂലാക്കുമാറാകട്ടെ. റാഫി മൗലവി നവറല്ലാഹു മർഖദഹു ഉസ്താദിന്റെ മരണം വരെയും പരിശുദ്ധമായ ഖുർആനിൽ തന്നെ ജോലിയാകാൻ ഭാഗ്യം കിട്ടിയ ഒരു മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട റാഫി ഉസ്താദ് അവர்கள். ഉസ്താദിന്റെ പരിശ്രമഫലമായി അൽഹംദുലില്ലാഹ് ഇത്രയും മക്കൾക്ക് ഇവിടെ സനദ് നൽകപ്പെട്ടു. ഇതിനെല്ലാം മുസ്ലിം സവാബ് എന്ന ഉസ്താദിനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് ഖബറിൽ അതെല്ലാം കണ്ട് സന്തോഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിനെ എല്ലാ നില സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ ഉസ്താദിന്റെ അടുക്കൽ പഠിച്ച മകളാണ് സവാദ് ഉസ്താദിന്റെ മൂത്ത മകൾ ആമിന. ആ മകളും മാഷാ അല്ലാഹ് 21 ജുസുവാണ് അവിടെ പഠിച്ചു. ആ മകള് രോഗിയായിരുന്നു. എത്ര വലിയ സ്ഥാനത്തേക്ക് എത്തിയിട്ടാണ് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായത്. ആ മകള് ഉംറയ്ക്ക് വേണ്ടി പോയി. ഉംറ കഴിഞ്ഞു വന്നു. ആ മകൾ എല്ലാ സന്തോഷത്തോടും കൂടി വളരെ സന്തോഷിച്ചിരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. അള്ളാഹു മകളുടെ ബർസഖിയ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ആ മകളോടൊത്ത് ആ മാതാപിതാക്കൾക്കും നമുക്കും എല്ലാവർക്കും നാളെ സ്വർഗത്തിൽ കഴിയാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഗ്‌രിബിന്റെ സമയമായി പോയി. ഇപ്പൊ നമുക്കൊന്ന് ഇൻഷാല്ലാഹ് ദുആ ചെയ്യാം. പഠനം പൂർത്തിയാക്കി ഹിഫ്ളിന്റെ സനദ് വാങ്ങിയ പെൺമക്കൾക്ക്, നമ്മുടെ മക്കൾക്ക് ഇൻഷാല്ലാഹ് അവർക്ക് അതിന്റെ ഉള്ളിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ഭാര്യ ഇൻഷാല്ലാഹ് അവർക്ക് സ്നേഹോപകാരം നൽകുന്നുണ്ട്. ഇവിടെ ഇൻഷാല്ലാഹ് പേര് വിളിക്കാം. അകത്ത് ഇൻഷാല്ലാഹ് അവരുടെ മക്കൾക്ക് ആ ഉപഹാരം നൽകണമെന്ന് അറിയിക്കുകയാണ്. നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ വീട്ടുകാരെ ക്ഷണിക്കുകയാണ്. ആദ്യമായി റാഷിദ ബിന്ദു മുഹമ്മദ് റാഫി ഉസ്താദ്. 2 ആയിഷ ബിന്ദു അഷ്റഫ് മൗലവി. 3 ഫാത്തിമ ബിന്ദു നിലാമുദ്ദീൻ. ഹുസ്ന ഹാദിയ ബിന്ദു മുജീബുർ റഹ്മാൻ മൗലവി. മറിയം ബിന്ദു സവാദ് മൗലവി. നൂറ ഫാത്തിമ ബിന്ദു നജുമുദ്ദീൻ റഷാദി. ഫർഹാന ഫാത്തിമ ബിന്ദു അബ്ദുൾ റഷീദ് സാഹിബ്. ജുമാന ബിന്ദു സലീം ചുള്ളാളം. ഫാത്തിമ റുഷിദ ബിന്ദു നസീം റഷാദി. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ونبينا مولانا محمد. اللهم ارحمنا بالقرآن العظيم، اللهم ارحمنا بالقرآن العظيم واجعله لنا إماما ونورا وهدى ورحمة. اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا وارزقنا تلاوته آناء الليل وآناء النهار واجعله لنا حجة يا رب العالمين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما نافعا. اللهم فقهنا في الدين وعلمنا الحكمة والقرآن الحكيم. اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجى عندنا من أعمالنا يا رب العالمين. അർഹമ റഹീമായ അല്ലാഹുവേ, ഞങ്ങൾ എല്ലാവരെയും നീ കബൂലാക്കണം പടച്ചവനെ. ഞങ്ങളെ നീ സ്വീകരിക്കണ റഹ്മാനെ. നിനക്ക് ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്ന എല്ലാ ചെറുതും വലുതുമായ പാവങ്ങൾ വിട്ടുകൊടുത്ത് മാപ്പാക്കി താ പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ ഉമ്മ വാപ്പ ഉസ്താദന്മാർ മശായിഖന്മാർക്ക് നീ മഗ്ഫിറത്ത് നസീബാക്കണ അല്ലാഹുവേ. അവരുടെ ഓരോരുത്തരുടെയും റിസ്ഖിയായ ജീവിതം നീ സന്തോഷത്തിലാക്കണ റഹ്മാനെ. യാ അല്ലാഹ്, ഈ സ്ഥാപനത്തിന്റെ സ്ഥാപകനും ഞങ്ങളുടെ എല്ലാ ഉസ്താദുമായ ബഹുമാനപ്പെട്ട റാഫി മൗലവി അവറുകൾ അള്ളാഹുവിൽ നിന്നിന്റെ റഹ്മത്തിലേക്ക് എത്തിച്ചേർന്ന ഖബറിൽ കഴിഞ്ഞുകൂടുകയാണല്ലോ അള്ളാഹുവെ. അദ്ദേഹത്തിന് നിന്റെ മിസ്ലിന്റെ സവാബിനെ നീ എത്തിച്ചു കൊടുക്കണ റഹ്മാനെ. ബർസഖിയായ ജീവിതം നീ സന്തോഷത്തിലാക്കണ റഹ്മാനെ. ഖബറിനെ നീ കണ്ണെത്താത്ത ദൂരത്തിൽ വിശാലമാക്കണ റഹ്മാനെ. സ്വർഗീയ ലിബാസ് ധരിപ്പിച്ച് ഷറാബ് കുടിപ്പിച്ച് സ്വർഗീയമായ മുഴുവൻ നിഅമത്തുകളും നൽകി നീ സന്തോഷിപ്പിക്കണ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ, യാ അല്ലാഹ്, എല്ലാ നില സന്തോഷം ഈ കുടുംബത്തിന് നീ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. യാ അല്ലാഹ്, ഈ സ്ഥാപനത്തെ നീ ഏറ്റെടുക്കണ അള്ളാഹുവെ. ഈ സ്ഥാപനത്തെ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണ അള്ളാഹുവെ. ഇതിൽ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഖിദ്മത്ത് ചെയ്യുന്ന സേവനങ്ങൾ ചെയ്യുന്ന സഹായിക്കുന്ന മുഴുവൻ പേരെയും നീ ഖബൂലാക്കണ റഹ്മാനെ. അവരുടെ ജീവിതങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അള്ളാഹുവെ. ആഫിയത്തിന് ബർക്കത്ത് ചെയ്യണേ അള്ളാഹുവെ. അവരുടെ സമ്പത്തിന് നീ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ. എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. നീ സനത് വാങ്ങിയ മക്കളെ നീ കബൂലാക്കണേ റഹ്മാനെ. അവരുടെ മാതാപിതാക്കളെ കബൂലാക്കണേ റഹ്മാനെ. അവരുടെ കുടുംബങ്ങളെ നീ കബൂലാക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഈ മക്കളുടെ ഹിഫ്ളുകളെ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. നല്ല ഓർമ്മശക്തി നൽകണേ പടച്ചവനെ. ശരിയായ രൂപത്തിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കാനുള്ള ഭാഗ്യം അവർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാൻ. അവരിലൂടെ സാലിഹ്യങ്ങളായ ആലിമീങ്ങളായ ഹാഫിളീങ്ങളായ മുത്തഖീങ്ങളായ മുഖ്ലിസീങ്ങളെ ലോകത്തെ നീ വാർത്തെടുക്കാനുള്ള ഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണ പടച്ചവനെ. എല്ലാ നില ഖൈറുകൾ ബറകാത്തുകൾ ചെറിഞ്ഞേരണേ റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ ഭാര്യ മക്കൾ മുത്തഅല്ലിമീങ്ങളുടെ പാവങ്ങളെ പുറത്താ റഹ്മാനെ. അവരെ നീ ഞങ്ങൾക്ക് കണ്ണിന് കുളിർമയാക്കി നിഅമത്തും ഹസനത്തുമാക്കി താ റഹ്മാനെ. സഹോദരങ്ങൾ സഹോദരിമാർ കൂട്ടുകുടുംബക്കാർ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് നീ പുറത്താ പടച്ചവനെ. എല്ലാവരുടെ മേൽ നിന്റെ കൃപ കരുണ ഔദാര്യം നീ ചെറിയണേ റഹ്മാനെ. ഇവിടെ ഹിഫ്ള് പഠിച്ച് പഠിച്ചവനെ പൂർത്തിയാക്കി പഠിച്ചവനെ ആ മകൾ നിന്റെ റഹ്മത്തിലേക്ക് എത്തിച്ചേർന്ന സവാദുമോന്റെ മകൾക്ക് നീ എല്ലാ നില ഖൈറുകൾ ബറക്കാത്തുകൾ നൽകി ആ മകളുടെ ബർസഖിയായ ജീവൻ നീ എല്ലാ നില സന്തോഷത്തിലാക്കി ആ മാതാപിതാക്കൾക്ക് നാളെ സ്വർഗത്തിലേക്കുള്ള മുൻവിരുന്നാക്കി നീ കബൂലാക്കണേ റഹ്മാനെ. എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഖൈർ ബറക്കാത്തുകൾ നൽകി നീ അനുഗ്രഹിക്കണേ അള്ളാഹുവെ. പരിശുദ്ധമായ റമദാൻ ഞങ്ങളിലേക്ക് എത്തി റഹ്മാനെ. യാ അല്ലാഹ്, വേണ്ടതിൽ വരവേൽക്കാൻ റമദാനിൽ അതിന്റെ ഒരു സെക്കൻഡ് സമയം പാഴാക്കാതെ മുഴുവൻ സമയം അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിന്റെ വഴിയിലായി ചെലവഴിക്കാനുള്ള ഭാഗ്യം നൽകി നിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരെയും ദാസികളെ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാൻ. ഒരു സെക്കൻഡ് സമയം പാഴാക്കാതെ ഞങ്ങളെ നീ സൂക്ഷിക്കണ അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങളെ മുഴുവൻ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നീ സൂക്ഷിക്കണ പടച്ചവനെ. അല്ലാഹുവേ, എല്ലാ ഖൈറുകൾ ബറകാത്തിൽ ചൊരിഞ്ഞ റഹ്മാനെ. ഈ മജ്ലിസിനെ നീ കബൂലാക്കണ റഹ്മാനെ. ആരെല്ലാം ഏതെല്ലാം കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ഈ മജ്ലിസിൽ ഇരിക്കുന്നു അവരുടെ എല്ലാവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലായി കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ
വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. അവരുടെ കച്ചവടങ്ങൾ, കൃഷികൾ, ഉദ്യോഗത്തിനും ഭാര്യ മക്കളെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. നിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച എല്ലാ ഖൈറുകളും ചോദിക്കണം തരണേ അല്ലാ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കാവലിനെ തേടിയ മുഴുവൻ കാര്യങ്ങളിൽ നിന്ന് കാവൽ തേടുകയാണ് നീ കാക്കണ പടച്ചവനെ. ഞങ്ങളുടെ എല്ലാ ദുആകളും നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് റബ്ബി ഇർഹംഹുമാ കമാ റബ്ബൗനാ സിഗാറ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രത്യേകമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇൻഷാ അല്ലാഹ് പുതിയ അഡ്മിഷൻ ഏപ്രിൽ 12 മുതൽ ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ നാട്ടുമായിട്ട് ബന്ധപ്പെട്ടവർ വെക്കേഷൻ ക്ലാസ്സും ഇൻഷാ അല്ലാഹ് അവിടെ നടക്കും. അത് അറിയിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത